അവസരം വരുമ്പോ ഇൻഷാ അല്ലാഹ് ഞാൻ അത് പറയുക തന്നെ ചെയ്യും. അവസരം വരട്ടെ, അത് ഞാൻ കാത്തിരിക്കുകയാണ്. പണ്ഡിതന്മാരെ മുമ്പിലാണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ ഇതേ മോൾ സീഡ് ഇറക്കിക്കൊണ്ടാണെങ്കിൽ അങ്ങനെ. എനിക്ക് പറയാനുള്ളത്, ഞാൻ പറഞ്ഞ ഈ വിഷയങ്ങളെല്ലാം മറ്റു പല കള്ളത്തെരീക്കത്തുകളിലും പല വിഷയങ്ങളും ഉള്ളത് കൊണ്ടാണ് ആ തെരീക്കത്തൊക്കെ വിമർശിക്കപ്പെട്ടതെങ്കിൽ ബഹുമാനപ്പെട്ട കോട്ടൂർ ഉസ്താദ് എന്നോടൊരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട്. തങ്ങളെ ഇത്രയും വ്യക്തമായി തെളിവുണ്ടായിട്ടാണോ ഈ തെരീക്കത്തിനെ വച്ചു പുറപ്പിക്കുന്നത്? മറ്റുള്ള തെരീക്കത്തുകളെല്ലാം പിഴച്ചതാണെന്ന് സമസ്ത പറഞ്ഞത് ഇത്ര വലിയ തെളിവുകൾ അടിസ്ഥാനത്തിലല്ല. എന്നാൽ ഇത്രയും വ്യക്തമായ തെളിവുകൾ ഉണ്ടായിട്ട് സുബ്ഹാനല്ലാഹ് ഈ തെരീക്കത്ത് എങ്ങനെയാണ് വച്ചു പുറപ്പിക്കാൻ പറ്റിയത് എന്ന് ബഹുമാനപ്പെട്ട കോട്ടൂർ ഉസ്താദ് എന്നോട് ചോദിച്ചു. ബഹുമാനപ്പെട്ട പന്മള ഉസ്താദ് മാത്രമല്ല, കോട്ടൂർ ഉസ്താദ് മാത്രമല്ല, സമസ്തയുടെ നിരവധി പണ്ഡിതന്മാരെ ഞാൻ കണ്ട് ഈ വിഷയങ്ങളെല്ലാം വായിച്ചു കേൾപ്പിച്ചിട്ടുണ്ട്. പക്ഷെ സമസ്തയിലേക്ക് ഇതിന്റെ മേൽ തീരുമാനമെടുക്കാൻ ഞാനൊരു എഴുത്തും കുത്തും കൊടുത്തിട്ടില്ല എന്നതൊരു സത്യമാണ്. എന്റെ മേൽ അവർ ആരോപിക്കുന്ന ആരോപണങ്ങളാണ് ഞാൻ സമസ്തക്ക് എഴുത്തു കൊടുത്തു എന്നുള്ളത്. ഏതായാലും ആര് കൊടുത്താലും കൊടുത്തില്ലെങ്കിലും എനിക്ക് പറയാനുള്ളത്, ഇവരുടെ തെരീക്കത്ത് പിഴച്ചതാണെന്ന് മാത്രമല്ല ഞാൻ പറഞ്ഞത്, പിഴവിന്റെ വശങ്ങളെല്ലാം ഏറെക്കുറെ ഒക്കെ ഞാൻ വിശദീകരിച്ചിട്ടുണ്ട്. ആ വിശദീകരണങ്ങളെ ആരെങ്കിലും റദ്ദ് ചെയ്ത് അത് ഇന്ന പ്രമാണങ്ങളെ വെളിച്ചത്തില് അത് ശരിയാണെന്ന് സ്ഥാപിക്കാത്ത കാലഘട്ടത്തോളം സമസ്ത നിങ്ങളെ സംബന്ധിച്ച് തീരുമാനം പറയട്ടെ പറയാതിരിക്കട്ടെ, നിങ്ങൾ ഹക്കായ തെരീക്കത്താണെന്ന് ബുദ്ധിയുള്ള ഒരാളും മനസ്സിലാക്കുകയില്ല. ഞാൻ പറഞ്ഞതിനെ ഗണ്ണിച്ചുകൊണ്ട് അത് ശരിയല്ല, കൂരിക്കുടി തങ്ങൾ പറഞ്ഞത് ഒരുപാട് അബദ്ധങ്ങളുണ്ട്, അവരെ തെരീക്കത്തിൽ ആ പറഞ്ഞ ആശയം ഇന്നാശയമാണ്, അവർ അൽ ഫർദുൽ ജാമി എന്ന് പറഞ്ഞുവെങ്കിൽ, ഇമാം ദായിറത്തുൽ വുജൂദ് എന്ന് പറഞ്ഞുവെങ്കിൽ, അതുപോലെ സ്വർണ്ണത്തിന്റെയും അതുപോലെ പിന്നെ പട്ടിന്റെയും കാര്യം പറഞ്ഞുവെങ്കിൽ, അതെല്ലാം നമുക്ക് വ്യാഖ്യാനിക്കാൻ പറ്റിയതാണ്. ഇന്ന പ്രമാണങ്ങളെ വെളിച്ചത്തിൽ അതൊക്കെ അനുവദനീയമാണ്, അതൊന്നും കുഴപ്പമില്ല, തെറ്റില്ല എന്ന് ഏതെങ്കിലും ഒരു പണ്ഡിതൻ ആധികാരികമായി ഒന്ന് പറയട്ടെ. അല്ലാത്ത കാലത്തോളം ഈ തെരീക്കത്ത് ഹക്കാണെന്ന് ഏതെങ്കിലും ജസിരിമാരുടെ ജൽപ്പനങ്ങൾക്കോ ഏതെങ്കിലും ഇർഫാനികളുടെ ജൽപ്പനങ്ങൾക്കോ നിങ്ങളൊന്നും വശംബദരാവാതെ ഈ തെരീക്കത്ത് ഒന്നാം നമ്പർ പിഴച്ച തെരീക്കത്താണ്, ഒന്നാം നമ്പർ കള്ള തെരീക്കത്താണ്. ആന്ധ്രോത്തുകാരെ സംബന്ധിച്ചിടത്തോളം ഇത് പിഴച്ച തെരീക്കത്താണെന്ന് പറയാൻ ഇവരുടെ ഒരു രേഖയും നമുക്ക് ആവശ്യമില്ല. ഇവരെ പിഴച്ചവരാണെന്ന് പണ്ടുനാലേ എല്ലാവരും അടക്കം പറയുന്ന സത്യമാണ്. അങ്ങനെ അടക്കം പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് ബഹുമാനപ്പെട്ട ശംസുല്ലമ ആന്ധ്രോത്തിന്റെ മണ്ണിൽ വന്നപ്പോ ബഹുമാനപ്പെട്ട ശംസുല്ലമ പറഞ്ഞു, ഇതൊന്നാം നമ്പർ മൂർഖം പാമ്പാണ്. എത്ര നല്ല പോയിന്റാണ് മഹാൻ പറഞ്ഞത്. ഈ തെരീക്കത്തിനെ കുറിച്ചാണ് ബഹുമാനപ്പെട്ടവർ പറഞ്ഞത് എന്ന് അന്നത്തെ വകതിരിവുള്ള ആർക്കും മനസ്സിലായ സത്യമാണ്. ഒന്നാം നമ്പർ മൂർഖം പാമ്പാണ്. അതിന് ഞാൻ അടിവരയിട്ടുകൊണ്ട് പറയുന്നു, ആ പറഞ്ഞത് വളരെ സത്യമാണ്. ഒന്നാം നമ്പർ മൂർഖം പാമ്പാണ്. വേണമെങ്കിൽ രാജവമ്പാല എന്ന് വേണമെങ്കിൽ കൂട്ടിച്ചേർക്കാവുന്നതാണ്. അതുകൊണ്ട് ആ വശത്തിൽ ആരും കുടുങ്ങിപ്പോകാതെ രക്ഷപ്പെടണേ എന്ന് എന്റെ ദൗത്യം ഞാൻ ഇതാ നിറവേറ്റുകയാണ്. ഉന്നത്തേരിക്കാരുടെ അൽ ഫർദുൽ ജാമിയും അൽ ഇമാം ദായിറത്തുൽ വുജൂദാകുന്ന ഇവരുടെ വലിയ ഷെയ്ഖ്, ആ ഷെയ്ഖ് ആ സ്ഥാനത്താണ്, ആ മർത്തബയിലാണ് എന്ന് പ്രചരിപ്പിക്കാൻ ഇവർ വല്ലാതെ പാടുപെടുകയാണ്. അതിന്റെ രംഗമാണ് ഇതാ ഇവരുടെ ഇർഫാൻ മാസികയുടെ 2009 ഫെബ്രുവരി 8 പേജ് നോക്കുക. തെന്നിന്ത്യയിലെ സിയാറത്ത് കേന്ദ്രങ്ങളിൽ പ്രശസ്തമായി കൊണ്ടിരിക്കുകയാണ് ഇന്ന് കുന്നത്തേരി മക്കാം. ഇന്ന് കുന്നത്തേരി മക്കാം വളരെ പ്രസിദ്ധമായി കൊണ്ടിരിക്കുകയാണ്. ഇന്നെന്ന് പറഞ്ഞാൽ ഏത് കാലഘട്ടത്താണ്? അയാൾ മരണപ്പെട്ടിട്ട് 45 കൊല്ലം കഴിഞ്ഞു. ഈ 45 കൊല്ലം വരെ ഫർദുൽ ജാമിനെയും കുത്തുബിനെയും ഈ ഓസിനെയും ആർക്കും അറിയില്ല. ഇപ്പോഴിതാ ഇവർ പുസ്തകങ്ങളൊക്കെ ഇറക്കാൻ തുടങ്ങി. അങ്ങനെ ജനങ്ങളെ മുമ്പിൽ പറയുകയാണ് തെന്നിന്ത്യയിലെ ഏറ്റവും വലിയ സിയാറത്ത് കേന്ദ്രമാണ്. സുബ്ഹാനല്ലാഹ്, വല്ലാത്തൊരു സിയാറത്ത് കേന്ദ്രമാണ്. ആർക്കറിയാം, കേരളക്കരയില് സിയാറത്ത് സംഘടിപ്പിക്കുന്ന ഒരുപാട് ദർസിലെ മുതഅല്ലിമീങ്ങളുണ്ട്, ഒരുപാട് സംഘടനാ പ്രവർത്തകരുണ്ട്, അതുപോലെ തന്നെ ഒരുപാട് മഹൽ നിവാസികളുണ്ട്. ആരെങ്കിലും ആ സിയാറത്ത് കാസർഗോഡ് മുതൽ കന്യാകുമാരി വരെ ഒരുപാട് ജില്ലകളിലുള്ള ഒരുപാട് മക്ബറയിൽ പോകാറുണ്ട്. ഏതെങ്കിലും ഒരു സിയാറത്ത് സംഘം ഈ ആലുവയിലെ കുന്നത്തേരി ഇത്രയും വലിയ മഷൂറായ അൽ ഖുതുബുർ റബ്ബാനി വൽ ഗൗസു സമദാനി ഒക്കെ ആയി മാറിയ ഇയാളെ മക്ബറയിൽ ആരും പോകാറുണ്ടോ, കാണാറുണ്ടോ? ഇല്ല.
എറണാകുളം ജില്ലയില് ഒരുപാട് സുന്നത്ത് ജമാഅത്തിന്റെ പേരില് ചെറുതും വലുതുമായ സമ്മേളനങ്ങൾ നടത്തപ്പെട്ടിട്ടുണ്ട്. അന്നും കുന്നത്തേര് സിയാറത്ത് ഉണ്ടായിട്ടില്ല. എന്ന് മാത്രമല്ല, ഇ.കെ. ഹസൻ മുസ്ലിയാര് ഞങ്ങളുടെ തരീഖത്തിന്റെ ആളാണെന്ന് ഇവര് പറയുന്ന പ്രചരിപ്പിക്കുന്ന ആ ബഹുമാനപ്പെട്ടവരെ നാമധേയത്തില് സമസ്ത കേരള ജമിയത്തുൽ ഉലമ ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദിന്റെ ഗ്രൂപ്പ് അവിടെ വെച്ച് വലിയ സമ്മേളനം നടത്തിയിരുന്നു. എന്നാൽ ഇ.കെ. ഹസൻ മുസ്ലിയാർ നാമധേയത്തിൽ നടത്തപ്പെട്ട ആ സമ്മേളന പരിപാടിയില് ആദ്യമായി സിയാറത്ത് ചെയ്യേണ്ടത് മഹാനവറുടെ ഉസ്താദും അൽ ഖുതുബുമായ അൽ ഫർദുൽ ജാമിയായ ഇയാളെ മക്ക പറയല്ലേ, മഹാനവറുകളുടെ ശൈഖാണ് എന്നൊക്കെ ഇവർ കള്ളപ്രചരണം നടത്തുന്ന ഇടങ്ങാന സത്യമാണെങ്കിൽ അവിടെയല്ലേ ആദ്യമായി സിയാറത്ത് ചെയ്യേണ്ടത്? ആർക്കും അറിയില്ല. ഇപ്പോഴിതാ ഇവരുടെ തരീഖത്തിനെ സംബന്ധിച്ച് പല ആൾക്കാരും ചോദ്യം ചെയ്യപ്പെടാൻ തുടങ്ങിയപ്പോ കുറെ ആൾക്കാരെ വശീകരിച്ചുകൊണ്ട് ഇപ്പോ നടന്നതാ SSFന്റെ 40ാം വാർഷികത്തോടനുബന്ധിച്ച് അവരുടെ മക്കാമിലേക്ക് ഒരു കൊടിമരം കൊണ്ടുപോകാൻ കളിച്ച കളികൾ ബുദ്ധിയുള്ള ആർക്കും അറിയുന്ന സത്യമാണ്. ഏതായാലും ഞാൻ അത് വിശദീകരിക്കുന്നില്ല, അത് വിശദീകരിക്കേണ്ട ആവശ്യവുമില്ല. ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കേണ്ടി വരും. ആ വെള്ളം കൂടിയാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവർ കുടിക്കട്ടെ. നിങ്ങൾ നോക്കുക, ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദിന്റെ കേരള യാത്ര 10 കൊല്ലം മുമ്പാണ് ആദ്യമായി നടന്നത്. അന്നും ഈ പറഞ്ഞതുപോലെ മഞ്ചേശ്വരം മുതൽ തിരുവനന്തപുരം വരെ ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദിന്റെ കേരള യാത്ര ഇവിടെ എവിടെയും ഇവരുടെ ഷെയ്ഖിനെ കണ്ടിട്ടില്ല. ഇവരുടെ മുരീദന്മാരുടെ സജീവ സാന്നിധ്യം എവിടെയും കണ്ടിട്ടില്ല. എന്നാൽ ഈ വർഷം 10 കൊല്ലം കഴിഞ്ഞപ്പോ ആലുവായില് ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദ് കേരള യാത്രയിൽ വന്നപ്പോ ഖൽവത്തിൽ മറഞ്ഞിരിക്കുന്ന ഷെയ്ഖ് പുറത്തിറങ്ങേണ്ടി വന്നു. ആ സ്റ്റേജിലേക്ക് കയറി വന്നിരിക്കേണ്ടി വന്നു. ആയിക്കോട്ടെ എന്ന് മാത്രമല്ല, ഇത്രയും കാലം ഇവിടെ കോളേജില് ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദിനെയും പൊന്മള ഉസ്താദിനെയും ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദിനെയും വല്ലാതെ ചീത്തയും തെറിയും പറയുന്ന വിഭാഗമാണെന്ന് ആന്ധ്രോത്ത് ദ്വീപിലെ പലർക്കും അറിയാമെന്ന് മാത്രമല്ല, അത് സഹിക്കാൻ വയ്യാതെ അവരുടെ കോളേജിൽ നിന്ന് രാജിയായി പോയ ചില വ്യക്തികളെയും ഞങ്ങൾ കേട്ടറിഞ്ഞിട്ടുണ്ട്. ഏതായാലും എനിക്ക് പറയാനുള്ളത്, കാന്തപുരം ഉസ്താദിന്റെ കറാമത്താണ് കാണുന്നത്. എന്നോടുള്ള വൈരാഗ്യം കൊണ്ട്, അല്ലെങ്കിൽ ഇവരോട് എതിർക്കുന്നവരുടെ വൈരാഗ്യം കൊണ്ട്, അല്ലെങ്കിൽ AP ഉസ്താദിനെ കള്ളത്തരം പറഞ്ഞ് ധരിപ്പിക്കാമെന്ന ഇവരുടെ ഉദ്ദേശ ലക്ഷ്യം വെച്ചുകൊണ്ട് കാന്തപുരം ഉസ്താദിനെ ഇന്ന് ബഹുമാനിക്കുന്നുവെങ്കിൽ, ആദരിക്കുന്നുവെങ്കിൽ, മഹാനവറുടെ മദ്ഹ് പറയുന്നുവെങ്കിൽ അത് കാന്തപുരം ഉസ്താദിന്റെ കറാമത്താണ്. ആ കറാമത്ത് അൽഹംദുലില്ലാഹ് അത് പലരുടെയും നടന്നിട്ടുണ്ട്. പടച്ചവനെ, ശത്രുക്കളെ നാവിലൂടെ കാന്തപുരം ഉസ്താദിന്റെ മദ്ഹ് പറയിപ്പിക്കുന്ന നിനക്കാണ് സർവസ്തുതിയും അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ. പറയട്ടെ, നമുക്ക് താല്പര്യമുണ്ട്. എത്ര കൊല്ലമാണ് ഇവരുടെ സ്ഥാപനത്തിൽ ഒരുപാട് സമ്മേളനം നടത്തിയിട്ട് എന്നെ ഇന്നുവരെ ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദിനെ വിളിച്ചിട്ടുണ്ടോ? വിളിച്ചിട്ടില്ല. പേരൂർ ഉസ്താദിനെ വിളിച്ചിട്ടുണ്ടോ? വിളിച്ചിട്ടില്ല. പൊന്മുള ഉസ്താദിനെ വിളിച്ചിട്ടുണ്ടോ? വിളിച്ചിട്ടില്ല. പക്ഷേ നമ്മളും ഈ സമസ്തയുടെ ആളാണെന്ന് കാണിക്കാൻ ഈ സുലൈമാൻ ഉസ്താദിനെയും മഞ്ഞപ്പറ്റ ഉസ്താദിനെയും ചെറിയ പി ഉസ്താദിനെയും ഒക്കെ അവർ കൊണ്ടുപോകാറുണ്ട്. അവരതൊന്നും അറിയാതെ കുറെ കാലങ്ങളൊക്കെ പങ്കെടുത്തതും സത്യമാണ്. അവരതിന്റെ പേരിൽ കുറ്റക്കാരായിട്ടല്ല. അവരോട് ചോദിക്കുക, അവരിപ്പോഴും പറയും തരീഖത്തായത് കൊണ്ട് ഞങ്ങൾ പോയതല്ല, അതൊന്നും ഞങ്ങൾക്കറിയില്ല. ഒരു സ്ഥാപനത്തിന്റെ സമ്മേളനം എന്ന് പറഞ്ഞു വിളിച്ചത് കൊണ്ടാണ് ഞങ്ങൾ അങ്ങോട്ട് പോയത്. ഞാനിതാ പറയുന്നു, സുലൈമാൻ ഉസ്താദ് മനസ്സിലാക്കി കഴിഞ്ഞു, മഞ്ഞപ്പറ്റ ഉസ്താദ് മനസ്സിലാക്കി കഴിഞ്ഞു. നിങ്ങൾ ഇനിയും നിങ്ങളെ പരിപാടിയിലേക്ക് ഒന്ന് വിളിച്ചു നോക്കുക. അവർ വരില്ല എന്ന് മാത്രമല്ല, ബഹുമാനപ്പെട്ട ഈ സുലൈമാൻ ഉസ്താദിന്റെ അടുക്കലേക്ക് ഇവർ നാസിർ ബാക്കവിയുടെ നേതൃത്വത്തില് ബഹുമാനപ്പെട്ടവരുടെ അടുക്കലേക്ക് ചെന്നപ്പോ ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, എന്തിനാണ് ഈ സംശയമുള്ളതിന്റെ പുറകെ നടക്കുന്നത്? എന്തിനാ സംശയമുള്ള തരീഖത്തിന്റെ പുറകെ തൂങ്ങുന്ന? എന്തിനാ? സംശയമില്ലാത്ത ഒരുപാട് ഹക്കായ തരീഖത്തുകൾ ഇവിടെ ഇല്ലേ? എന്നാൽ അതിന്റെ കൂടെ കൂടിയാൽ പോരെ എന്ന് പറഞ്ഞപ്പോ പിന്നെ ആ വാതുക്കൽ ഇവര് പോയിട്ടില്ല. ബഹുമാനപ്പെട്ട തഖിയുദ്ദീൻ അഹ്സനിയോട് ബഹുമാനപ്പെട്ട ഈ സുലൈമാൻ ഉസ്താദ് പറയുകയുണ്ടായി, ഇവരെന്തായാലും നന്നാകാൻ തീരുമാനമില്ല, നന്നാകാൻ വേണ്ടി ഞാൻ മസ്ലഹത്ത് പറഞ്ഞു, അത് അംഗീകരിക്കാൻ അവർ തയ്യാറല്ല. ബഹുമാനപ്പെട്ട മഞ്ഞപ്പറ്റ ഉസ്താദിനോട് പോയി ചോദിച്ചു നോക്ക്. സുബ്ഹാനല്ലാഹ്, മഞ്ഞപ്പറ്റ ഉസ്താദ് നമ്മളെക്കാളും വലിയ തെളിവുകൾ പറയുന്നതായി കാണാം. അവിടെ ഷൗക്കത്ത് എന്ന് പറയുന്ന ഒരു വ്യക്തിയുണ്ട്. ആ വ്യക്തിയുടെ പെങ്ങളെ കല്യാണവുമായി ബന്ധപ്പെട്ട് വലിയ സംഭവം വേണമെങ്കിൽ നിങ്ങൾ ഇതാ കേട്ടുകൊള്ളുക. ഷൗക്കത്തിന്റെ വീട്ടുപേര് കുറുപ്പങ്കണ്ടി എന്നാണ്. കുറുപ്പങ്കണ്ടി ഷൗക്കത്ത് എന്നാണ് പേര്. അമ്മാട്ടിച്ചേരി ഈ സ്ഥലത്തിന്റെ പേര് അമ്മാട്ടിച്ചേരി. ആലിഞ്ചുവട്. ഈ ആലുവ കുന്നത്തേരി തരീഖത്തിനെ സംബന്ധിച്ച് അറിയും? അറിയാന്ന് പറഞ്ഞാല് എൻ്റെ
പെങ്ങളെ ഈ സുന്നത്തേരി തരീഖത്തിന്റെ ശൈഖിന്റെ ഒരു മുരീദ് അബ്ദുസ്സലാമി ഇർഫാനി എന്നാണ് പേര്. അയാള് കോഹിനൂർ ദേവതിയാൽ എന്ന സ്ഥലത്തുള്ള ആളാണ്. അത് ഏതാ സ്ഥലം? കോഹിനൂർ നമ്മുടെ യൂണിവേഴ്സിറ്റി അടുത്താണ്. യൂണിവേഴ്സിറ്റിന്റെ ഒരു സ്റ്റോപ്പ് മുമ്പാണ് കോഹിനൂർ. അവിടുന്ന് 1 കിലോമീറ്റർ ഉള്ളോട്ട് പോയാലാണ് ദേവതിയാൽ എന്ന് പറഞ്ഞ സ്ഥലം. പേരെന്താ? അബ്ദുസ്സലാം ഇർഫാനി. അയാള് അവിടുന്നാണ് പഠിച്ചത്. അപ്പോ അന്ന് എന്റെ പെങ്ങൾക്ക് കല്യാണം ആലോചിക്കുന്ന ടൈമിൽ ഇയാളോട് കാര്യങ്ങളൊക്കെ സംസാരിച്ച സമയത്ത് ഇയാളിനോട് പറഞ്ഞു, ഞാനൊരു എന്നെ പറ്റിയിട്ട് അന്വേഷിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു തെരീക്കത്തിനെ പറ്റി കേൾക്കും. എന്നോട് പറഞ്ഞു ഞാനൊരു തെരീക്കത്തിന്റെ ആളാണ്. അപ്പൊ ഞാൻ ചോദിച്ച് പേച്ച തെരീക്കത്താണോ എന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു പേച്ചതൊന്നുമില്ല, പണ്ഡിതന്മാരെല്ലാവരും അംഗീകരിക്കുന്ന തെരീക്കത്താണ് എന്നുള്ളത് പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ച് ഏത് പണ്ഡിതന്മാരാണ്? പറഞ്ഞ് നമ്മളെ മഞ്ഞക്കത്ത് ഉസ്താദ് ഇവരെല്ലാവരും അവിടെ വരാറുണ്ട്, അവരൊക്കെ ബന്ധമുള്ള തെരീക്കത്താണ്. മഞ്ഞക്കത്ത് ഉസ്താദിനോട് ചോദിച്ചു ഞാനിങ്ങനെ ചോദിച്ചു കല്യാണത്തിന്റെ മുമ്പ് സമസ്ത കേന്ദ്രം. അപ്പോ ഉസ്താദിനോട് അന്വേഷിച്ചപ്പോ ഉസ്താദ് പറഞ്ഞ് എന്റെ ശരീക്കാണ് എന്നുള്ള വിഷയങ്ങളൊക്കെ പറഞ്ഞ് നമ്മളൊന്നും ഇതുവരെ കണ്ടിട്ടില്ലായിരുന്നു. അന്ന് ഒന്നും കണ്ടിട്ടില്ല, കഴിച്ചതായിട്ടുള്ള വിവരങ്ങളൊന്നും കേട്ടിട്ടില്ല എന്നുള്ളൊരു വിവരം സത്യസന്ധമായിട്ടുള്ള വിവരങ്ങൾ പറഞ്ഞു. അപ്പൊ ആ കോളേജിന്റെ ആനിവേഴ്സറിക്കൊക്കെ നമ്മുടെ ഉസ്താദും ഉസ്താദൊക്കെ പോകാറുണ്ട് എന്നുള്ളതും അറിഞ്ഞു. അപ്പൊ ഞാൻ അന്വേഷണത്തിനൊന്നും കുഴപ്പമില്ല എന്നുള്ളതാണ്. അങ്ങനെ എന്റെ പെങ്ങളെ കല്യാണം കഴിച്ചു. കല്യാണം കഴിഞ്ഞതിന് ശേഷം ഇവന് മര്യാദക്ക് നിസ്കരിക്കില്ല. ശരിക്ക് നിസ്കാരം അവർക്ക് വക്തിലില്ല. വക്തിൽ എപ്പോഴെങ്കിലും തോന്നുമ്പോഴേ നിസ്കരിക്കുള്ളൂ. സുബൈ തീരിയില്ല. ജുമാക്ക് ചിലപ്പോഴേ പോകുള്ളൂ, എപ്പോഴെങ്കിലും പോയാൽ പോയി. വെള്ളിയാഴ്ച ദിവസങ്ങളിൽ പോകില്ല. അപ്പോ എന്റെ പെങ്ങള് ചോദിച്ചല്ലോ നിങ്ങൾ എന്താ നിസ്കരിക്കാത്തത് നേരത്തെ. അപ്പൊ ഇവൻ പറഞ്ഞ് ഞാൻ നിസ്കരിച്ചിട്ടില്ല, പക്ഷെ എന്നോട് ചോദിക്കില്ല. അപ്പോ ഒന്നങ്ങനെ. രണ്ടാമത് ഇവന് എന്റെ പെങ്ങളെ ഓരോരോ സ്ഥലത്തേക്ക് കൊണ്ടുപോകും. അപ്പൊ പണിക്കോട്ടുംപടി എന്ന് പറഞ്ഞ സ്ഥലം, നമ്മുടെ ഈ മുനീർ പഞ്ചായത്തിൽപ്പെട്ട സ്ഥലം തന്നെ പണിക്കോട്ടുംപടി. അവിടെ ഒരു പെണ്ണുണ്ട്. ഈ പെണ്ണ് ഇവരെ തെരീക്കത്തിന്റെ മുരീദത്താണെന്നാണ് കേട്ടത്. ഈ കുന്നത്തേരി ശേഷന്റെ കുന്നത്തേരി നമ്മുടെ ഇത് മറ്റേ ആലുവയിലുണ്ടല്ലോ വേറൊരു തെരീക്കം, ദ്വീപുകാരനായ തങ്ങളെ തെരീക്കം. അതിലെ മുരീദാണ് ഈ പെണ്ണ് എന്ന് പറഞ്ഞു. അപ്പൊ ഇവിടെ ഏറ്റവും ഇയാള് അടുത്ത കാലം ഇരുന്ന് സംസാരിക്കലും ഒരു ബന്ധമില്ല. അപ്പോ ഇതിനെ പെങ്ങൾ ചോദ്യം ചെയ്ത സമയത്ത് ഈ പെങ്ങളോട് ഇയാളെ പറഞ്ഞു അത് ഞങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ലായിരുന്നു, ഞങ്ങൾക്ക് അതിന് കുഴപ്പമൊന്നുമില്ല. പിന്നെ 5 വർഷം കൊണ്ടിട്ട് അന്നെ ഞാൻ ഇതിലേക്ക് കൊണ്ടുവരും, ഈ തെരീക്കത്തിലേക്ക് കൊണ്ടുവരും, അന്റെ ആഹ്റം വിജയിക്കും എന്നുള്ള വിഷയങ്ങളൊക്കെ അവളോട് പറഞ്ഞു ചെയ്തു. അങ്ങനെ ഇവര് ജീവിച്ചിങ്ങനെ വരുമ്പോ ഇവിടെ ഈ കാര്യങ്ങൾക്ക് ആകെ ഒരു മാസേ അവരുടെ വീട്ടിലെ പെങ്ങൾ നിന്നിട്ടുള്ളൂ. ഒറ്റ മാസം. കല്യാണം കഴിഞ്ഞിപ്പോ ഒഴിവാക്കിയിട്ട് ഒരു കൊല്ലത്തിന് മേലെ, ഒരു വർഷത്തിന് മേലെ, ഒരു വർഷമായി മൊത്തപ്പോ ഒഴിവാക്കിയിട്ട് ആ 1 വർഷത്തിന് മേലായി, 1.5 വർഷത്തോളായിരുന്നു. കാരണം കല്യാണം കഴിഞ്ഞപ്പോ അവർക്ക് അത് അവരെ കയ്യിൽ നിന്ന് കിട്ടാതെ ഇതിന് 1 വർഷമായി ശേഷം 1 മാസം അവരടുത്ത് നിന്നിട്ടുള്ളൂ, അവരെ കൂടെ നിന്നു. അങ്ങനെ ഇവന് വീട്ടില് ശരിക്ക് അതായത് ഇവനൊരു വൃത്തി കാര്യങ്ങളൊന്നുമില്ല, ശരിക്കും കുടിക്കൂല, കുടിക്കാതൊക്കെ അവന് ബെഡ്റൂമിൽ വരാം. അപ്പൊ ഇപ്പത്തെ കുട്ടികൾക്ക് അന്ന് ഇഷ്ടപ്പെടുന്ന കാര്യമില്ല. പൊതുവിൽ പെങ്ങളെ ഇവനോട് വെറുത്ത സമയത്ത് പിന്നെ ഇവന്റെ ഓരോരോ പ്രവൃത്തികൾ, വീട്ടിൽ നിന്ന് ഇവളെ ആക്രമിക്കുക, ചെവി പിടിച്ച് തരുമ്പോ എന്തെങ്കിലും സാധനങ്ങൾക്കൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങളോട് ദേഷ്യപ്പെടുക, അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലൊക്കെ വന്നപ്പോൾ അവളോട് പറഞ്ഞു. ഇവിടെ വന്ന് പറഞ്ഞ് പെരുന്നാൾ, ഹജ്ജ് പെരുന്നാളിന്റെ വിരുന്ന് ഞങ്ങൾ വിളിച്ചത് അല്ലേ. അപ്പൊ ഞാനിവിടെ ഓപ്പറേഷൻ ചെയ്ത് കിടക്കുന്ന സമയത്ത് ഇവരൊരു മഗ്‌രിബിന്റെ മുമ്പാണ് അന്നാണ് ഇവരെ ഞങ്ങൾ ഈ ഉരുത്തിരിയുന്നത്. ഇവിടെ പ്രശ്നങ്ങളൊക്കെ ഉരുത്തിരിയുന്നത്. മഗ്‌രിബ് നിസ്കരിക്കാതെ അവന് അവിടെ ആസർ നിസ്കരിച്ചു. ഇഷ അതായത് ആ മഗ്‌രിബ് ബാങ്ക് കൊടുത്തതിന് ശേഷം സംസാരിക്കുന്ന
അപ്പോ അതായത് മഗ്‌രിബ് ഇവൻ നിസ്കരിച്ച് എനിക്ക് പുറത്ത് പോകാണ്ട് എന്ന് പറഞ്ഞിട്ട് ഇവ പുറത്ത് പോയി വന്നിട്ട് ഇശാ ബാങ്ക് അതാണ് ശരിക്കും തെളിവ്. മഗ്‌രിബിന്റെ എനിക്ക് ശരിക്കുള്ള തെളിവ്. അപ്പൊ ഞാൻ മഗ്‌രിബ് എവിടെ നിസ്കരിച്ചെന്നുള്ളത് എനിക്ക് അറിയാൻ വയ്യ. അത് പുറത്തേക്ക് പോയതാണ്. അവൻ പുറത്ത് പോയി വരാന്ന് പറഞ്ഞിട്ട് ഇശാ ബാങ്കിന്റെ മുമ്പായിട്ട് അവൻ തിരിച്ചു വീട്ടിൽ. ഇശാ ബാങ്കിന്റെ മുമ്പായിട്ട് അവൻ വീട്ടിലേക്ക് തിരിച്ചു. എന്നിട്ട് ഭക്ഷണം എല്ലാം കഴിച്ച് വിട്ടു. ഇത് ഞാൻ താമസിക്കുന്നത് എന്റെ തറവാട് ഇതിന്റെ തൊട്ടടുത്ത് അവിടേക്ക് കിടന്നുറങ്ങാൻ പോയി. അവിടെ പോയി കിടന്നുറങ്ങി. ഇശാ നിസ്കരിച്ചു. അന്ന് പൂർണ്ണമായിട്ട് അവൻ ഇശാ നിസ്കരിച്ചു. അല്ല ബാബാരെയൊക്കെ അറിയില്ല. പിന്നെ ഇപ്പോ ഇവൻ മറ്റേ നമ്മളെ പോലെ മറ്റേ ചെറുതിന്റെ ആരുള്ള ആളൊന്നും അല്ലല്ലോ അതൊന്നുമല്ലല്ലോ ആര്. അപ്പൊ നമ്മള് കാണാത്ത കാലത്ത് നിസ്കരിക്കുന്ന അത്രത്തോളം ആരെത്തിയിട്ടില്ല എന്ന് ഉറപ്പാണ് ആള്. അപ്പൊ അന്ന് ഏതായാലും നിസ്കരിച്ചിട്ടില്ല. സുബഹിക്ക് ഇവന്റെ മൂത്തച്ഛൻ നമ്മുടെ മറ്റേ പെങ്ങളെ ഭർത്താവ് സഖാഫി അവനും ഉണ്ടായിരുന്നു. അവൻ എണീറ്റത് കൊണ്ടായിരിക്കും ഇവന് എണീറ്റ് നിസ്കരിച്ചു. സുബൈ നിസ്കരിച്ചു. അങ്ങനെ ഇവർ പോയപ്പോ പെങ്ങൾ ഇവ പുറത്തു പോയ സമയത്ത് ഇവന്റെ കഥകളൊക്കെ എന്നോട് പറഞ്ഞു. ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങളുണ്ട്, അതുകൊണ്ട് ആ വീട്ടിലേക്ക് ഞാൻ പോകാൻ കഴിയില്ല എന്ന് പറഞ്ഞപ്പോ ഞാൻ പെങ്ങളോട് പറഞ്ഞു, ഒരു പണി ഞാൻ ഇവരൊന്നും സംഭവിച്ചിട്ടില്ല. ഏതായാലും ഇനി നീ ശ്രദ്ധിക്കണം. നീ ഇപ്പൊ അവന്റെ കൂടെ പോകണം. അവന്റെ കൂടെ നാളെ തിരിച്ചു പോയിട്ട് നിന്റെ സ്വർണ്ണങ്ങളെല്ലാം നീ കൈക്കലാക്കുക, എല്ലാം റെഡിയാക്കുക. റെഡി ആക്കിയ ശേഷം 2 ദിവസം കഴിഞ്ഞിട്ട് ഞാൻ അനിയനെ അങ്ങോട്ട് പോയി. എന്നിട്ട് നീ ഇങ്ങോട്ട് പിന്നെ അങ്ങോട്ട് അങ്ങനെ പെങ്ങളെ ഞാൻ കൊടുക്കണം. അനിയനെ വിട്ട് കൊടുന്ന് പിന്നെ ഞങ്ങൾ പറഞ്ഞു. അങ്ങനെ ഇവ ഒരുപാട് കാര്യങ്ങൾ എന്നോട് പറഞ്ഞിട്ട് അപ്പം ഈ പെരുന്നാളിന്റെ അന്ന് വേറെ സംഭവം നടന്നു. ഈ പെരുന്നാളിന്റെ അന്ന് ഇവിടെ പെങ്ങൾ അവിടെ നിന്ന് വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, ഒരു ദിവസം കാക്ക എനിക്ക് ഇവിടെ നിൽക്കാൻ തോന്നുന്നില്ല, എനിക്ക് ഇവിടുന്ന് എന്തൊക്കെ ചെയ്യാൻ തോന്നുന്നു. പെങ്ങള് എനിക്ക് ഇവിടുന്ന് എന്തൊക്കെ അവരെ കോറിണ്ട് അവരെ വീട്ടിൻ്റെ കോറിൽ പോയി ചാടാൻ തോന്നുന്നു. അങ്ങനെ പറഞ്ഞപ്പോ ഞാൻ ഇവർക്ക് വിളിച്ചു. അപ്പൊ ഇതിന്റെ മുമ്പുള്ള സഖാഫിനെ കൊണ്ട് കല്യാണം കഴിച്ച പെങ്ങൾക്ക് ഇതേപോലത്തെ ചിന്ത വന്നിരുന്നു. അപ്പൊ ഞാൻ സഖാഫിക്ക് വിളിച്ചു പറഞ്ഞപ്പോ അവർ എന്തൊക്കെ ചെയ്യുന്ന സഖാഫി ആരോ അസ്മാനുസ്താമാരത്ത് ആരോ പോയി അത് ചെയ്തപ്പോ ആയതായി. ചില പെൺകുട്ടികൾക്ക് വീട്ടിനോട് ഒത്തു വരണമെന്നില്ലല്ലോ. അങ്ങനെ ഇവളും ഇത് പറഞ്ഞപ്പോ ഞാൻ ഇവർക്ക് വിളിച്ചു. ആയിക്കോട്ടെ ഞാൻ പോവാം. അങ്ങനെ ഏതായാലും ഇവന്റെ ഒരു ഉസ്താദുണ്ട് കോഹിനൂറിൽ നാസർ ബാക്കവി. ഇപ്പൊ ഇയാളെ കോളേജിലെ ഉസ്താദാണ് ഈ നാസർ ബാക്കവി. ഈ നാസർ ബാക്കവി തേഞ്ഞിപ്പല അതെ കോഹിനൂർ, അതായത് അതെ. ഈ നാസർ ബാക്കവിന്റെ അടുത്തേക്ക് പെരുന്നാളിന്റെ അന്ന് ഉച്ചക്ക് ഇവൻ കൊണ്ടുപോയി. നാസർ ബാക്കവി എന്തോ അസ്മാവിന്റെ ആളാണ്, ജിന്നാണ്, ജിന്നൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് കൊണ്ടുപോയത്. അപ്പൊ ഇയാളെടുത്ത് കൊണ്ടുപോയി ഇയാളെ റൂമിലേക്ക് വിളക്കി, ഇയാളെ ചികിത്സ ചെയ്യുന്ന റൂമിലേക്ക് വിളക്കി. ഇവൻ പുറത്തേക്ക് നിന്നു സലാം. എന്നിട്ട് ഇവർ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചിട്ടില്ല. നാസർ ബാക്കവി ഇവിടെ റൂമിൽ, സലാമിന് പുറത്ത് നാസർ ബാക്കവിന്റെ ഭാര്യ ഭക്ഷണം വിളമ്പി കൊടുത്താൽ അവർക്ക് ഭക്ഷണം കഴിക്കാം. നാസർ ബാക്കവി ഇവിടെ അടുത്തേക്ക് ചെന്നിട്ട് ഇവിടെ തലയിൽ വെച്ച് മന്ത്രിക്കുന്ന മാതിരി തലയിൽ കൈ വെച്ചിട്ട് ഇവരോട് ചോദിച്ചു, നിനക്ക് എന്താ അനിഷ്ടല്ലേ? ഓനെ ഇഷ്ടമില്ലെങ്കിൽ ഈ പ്രശ്നമാകണ്ട, ഞാൻ നാസർ ബാക്കവി പറയണം, ഞാൻ എന്നെ പൊന്നുപോലെ നോക്കിക്കോളാം, എനിക്ക് അത്ര വലിയ വയസ്സൊന്നുമില്ല. ഇവിടെ നാസർ ബാക്കവിക്ക് വയസ്സൊന്നുമില്ല, +2 പഠിക്കുന്ന മകനുണ്ട് നാസർ ബാക്കവി. എനിക്ക് അത്ര വലിയ വയസ്സൊന്നുമില്ല. ഉസ്താദിനെ വിശ്വസിച്ചിട്ട് ശിഷ്യനെ ഉസ്താദിന്റെ അടുത്ത് കൊണ്ടേയാക്കിയതാണ് ആരെ? ശിഷ്യന്റെ ഭാര്യ. എന്നിട്ട് ഉസ്താദ് ശിഷ്യന്റെ ഭാര്യ റൂമില് അവിടെ 3ാമത്തെ ശൈത്താനാണ്. അപ്പോ അത് മാത്രല്ല, ഉസ്താദിനെ വിശ്വസിച്ചിട്ട് ഉസ്താദ് ശിഷ്യനെ വഞ്ചിക്കുന്ന വഞ്ചനണിക്കാണെങ്കിൽ അവന് നിനക്ക് വേണമെങ്കിൽ ഞാൻ ഒഴിവാക്കി തരാം, നിന്നെ ഞാൻ പൊന്നുപോലെ നോക്കിക്കോളാം എന്ന് പറഞ്ഞിട്ട് ഇവളെ തലയിൽ കൈ വെച്ചിട്ടാണ്ട് ഇയാൾ കൈ പിന്നെ ഇവളെ തലയിൽ കെട്ടിപ്പിടിക്കുക. എന്നിട്ട് ഇയാൾ എല്ലാം അണഞ്ഞു കൂട്ടി കുടിക്കുകയാണ്. ഈ കുടിക്കുന്ന കുട്ടത്തിൽ ഇവിടെ ഇയാൾ തള്ളി മാറ്റിയിട്ട് പുറത്ത് പോകും. ഇവിടെ ഓടാൻ വാതിൽ. അപ്പൊ ഇയാളൊന്ന് കഥ തുറക്കരുത്. നാസർ ഞാൻ ബാക്കിയൊന്നും പറയില്ല, മുസ്ലിം പറയില്ല, അയാളെ തെമ്മാടിനെ ഞാൻ പറയും. അല്ല തെരീക്കത്ത് ഏതായിക്കോട്ടെ, തെരീക്കത്തിന് ഞാൻ അയാളെ തെമ്മാടിനെ പറയും. അല്ല അതൊക്കെ എന്തോ അത് അതിനെ പറ്റിയൊന്നും ഞാൻ അംഗീകരിക്കില്ല. പക്ഷെ അയാളെ ചെയ്ത പ്രവൃത്തി ഒരു പണ്ഡിതർക്ക് യോജിച്ചതല്ല. ഹലാലാണെങ്കിൽ തെരീക്കത്തിൽ അങ്ങനെ ഒരു വിഷയമില്ല. ഒരു അന്യ പെണ്ണിനെ പിടിക്കണം എന്നുള്ളത് നമ്മള് അത്രത്തോളം പഠിച്ചിട്ടില്ലെങ്കിലും നമുക്ക് കുറച്ചെങ്കിലും നമുക്ക് അറിയില്ല, കേട്ടതിലുണ്ടാവില്ല. തെരീക്കത്തിൽ അങ്ങനെ അന്യ പെണ്ണിനെ പിടിക്കണം എന്നുള്ള അങ്ങനെ എവിടെയെങ്കിലും
അതേ പോകുന്നുണ്ട്. അപ്പൊ അതവരെ അടുത്ത് പ്രകാരം പോയത്. പക്ഷെ നമുക്കത് ശീലമല്ല, നമുക്കത് ശീലമല്ല. അപ്പൊ അതുകൊണ്ടിട്ട് ഞാൻ എന്ത് ചെയ്തു, ഇവിടെ ഇത് നീ പുറത്ത് പറഞ്ഞു പോകരുത്, പുറത്ത് പറഞ്ഞു വരരുത്, ഞാൻ എന്നുള്ള വിവരം ഇയാള് പറഞ്ഞു. ഇവിടെ പേടിച്ചിട്ട് ഇവിടെ പുറത്തിരുന്നു, ഇവിടെ വന്ന് ഈ വിവരം പറഞ്ഞു. അതിന്റെ ശേഷമാണ് ഞാൻ പകനോട് പറഞ്ഞത്, ഞാൻ ഇപ്പോൾ സ്വർണ്ണപ്പെട്ട് വെച്ചോ ബാക്കിയുള്ള ഞാൻ. അങ്ങനെ ഞാൻ ഈ വിവരങ്ങൾ ഈ നാസർ ബാക്കവി അബ്ദുസ്താദിന്റെ ശിഷ്യനാണ്, അബ്ദുസ്താദിന്റെ ശിഷ്യനാണ്. അങ്ങനെ അബ്ദുസ്താദിനോട് വിവരം. അപ്പോ അബ്ദുസ്താദ് പറഞ്ഞ് ഇവനെ പറ്റി 4ാമത്തെ വിഷയമാണ് ഈ വരുന്നത്, ഈ നാസറിനെ പറ്റി. അപ്പൊ അബ്ദുസ്താദ് എന്താ പറഞ്ഞത്, അന്നെക്കൊണ്ട് കയ്യോ, ഞാൻ അന്നിന്റെ കാലിൽ പ്ലാസ്റ്റർ ഇട്ട് കിട്ടും. ആ പ്ലാസ്റ്റർ ഇട്ടിട്ട് ബൈക്കുമ്പോഴാണ് ഒരാളെ കൂടെ ഞാൻ അങ്ങോട്ട് പോകുന്നത്. സഹായത്തോട് ഞാൻ കിണറ്റിൽ വിടുന്നതായിരുന്നു. കിണറ്റിൽ വിടുന്ന എന്റെ 2 കാലും മുറിഞ്ഞ് നട്ടലിലൊക്കെ പൊട്ടി. അപ്പൊ അതിനോടനുബന്ധിച്ചുള്ള ഒരു ഓപ്പറേഷൻ ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ കെട്ടിലായി. അങ്ങനെ അബ്ദുസ്താദിലെത്തി ഞാൻ അങ്ങനെ പോയി. അബ്ദുസ്താദിനോട് പറഞ്ഞു, യോനെ പറ്റി ഒന്നും കണ്ടു ബാക്കി യോനെ കയ്യും കൊണ്ട് തച്ചു നോക്കി. അന്നെ കൊണ്ട് ഓനെ കയ്യും വരെ തച്ചു മുറിക്കാൻ പറ്റുമോ? അബ്ദുസ്താദിന്റെ ചോദ്യം അതാ, അബ്ദുസ്താദിന്റെ രീതി അതാണ്. ഒന്നാമത് ഈ അസ്മായിലെ ആൾക്കാർ, ഇതിൽ സത്യസന്ധമായിട്ട് അസ്മാ ചെയ്യുന്ന ആളുകളുണ്ട്. ഇവർക്ക് ഇവരെ പോലത്തെ കൊണ്ടിട്ടുള്ള അപവാദങ്ങൾ വരും. അപ്പൊ ഇത് ഞാൻ ഔട്ട് ചെയ്ത പേപ്പറിൽ ഔട്ട് ചെയ്യാനുള്ള പരിപാടി ഉണ്ടായിരുന്നു. അപ്പൊ ഇത് ഔട്ട് ചെയ്താൽ നമ്മുടെ പണ്ഡിതന്മാരെ ഇപ്പൊ നമ്മുടെ ഈ വിഷയം പുറത്തായി, അവരൊക്കെ ഫ്ലാഷായി. ഫ്ലാഷ് ആയതോട് കൂടിയിട്ട് EK വിഭാഗം അണിയറയിൽ പ്രവർത്തനം നടത്തി. അവിടെ ഒരു പേരില്ലാത്തൊരു നോട്ടീസ് ഇറങ്ങി, നാസർ ബാക്കവിനെ ബെഞ്ചാരി എന്നെല്ലാം പറഞ്ഞിട്ട് എല്ലാം അവിടെ പൊട്ടിച്ചതാണ്. നമുക്ക് അവിടെ കണ്ടവർ നമ്മളോട് പറഞ്ഞു നോട്ടീസ് ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ വഹാബികൾ ജമാഅത്തെ ഇസ്ലാമിക്കാര് ഇതിന്റെ അടിയിലൊക്കെ കളിച്ചു. അവര് മാധ്യമത്തിലേക്ക് ലേഖനെല്ലാം റെഡിയാക്കി വെച്ച് എന്നോട് വനിതാ കമ്മീഷനിൽ അവര് പരാതി കൊടുത്തു. എന്നിട്ട് ഈ ജമാഅത്തെ ഇസ്ലാമിന്റെ ആളുകളാണ് അവിടെ കൊടുത്തത്. അത് അവിടുത്തെ നമുക്ക് പൊതുപ്രവർത്തകരാണ്, നമുക്ക് ഉപകാരം ചെയ്യാനാണെന്ന് പറഞ്ഞിട്ടാണ് എന്നെ ബന്ധപ്പെടുന്നത്. അങ്ങനെ മലപ്പുറം വനിതാ കമ്മീഷന്റെ റജീന എന്ന് പേരുള്ള ഒരു സ്ത്രീയും വേറൊരു സ്ത്രീയും കൂടെ വന്നിട്ട് ഇവിടെ വന്ന് അന്വേഷിച്ച് നിങ്ങൾ ഇതിന് കേസ് കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ നാസറിനെ കൊടുക്കാം എന്ന് പറഞ്ഞിട്ടാണ് അവർ വന്നത്. ഞാൻ പറഞ്ഞു, ഞാൻ ചിന്തിക്കട്ടെ, ഞാൻ ഉസ്താദുമാരോടും എല്ലാവരോടും പിന്നെ അത് മാത്രമല്ല പണ്ഡിതന്മാരെ ഇജ്ജത്തോടെ പോകും. ഒരു ഇയാൾ തലകെട്ട് കിട്ടിയ ആളല്ലേ, ബാക്കവി ബിരുദം വാങ്ങിയ ആളല്ലേ. അപ്പൊ നമുക്ക് അതിനോട് നമുക്ക് യോജിപ്പില്ല. അങ്ങനെ ഞാൻ എന്തൊക്കെ അതിനൊക്കെ പിന്മാറി. അങ്ങനെ ഈ നാസർ ബാക്കവിന് 5 ദിവസം ഇവിടെ വന്ന് അവരെല്ലാവരും ബന്ധപ്പെട്ട് അല്ല സാധാരണക്കാരൻ അവരൊക്കെ നാസർ ബാക്കവിനോട് എതിർത്തുന്നാണ് കേട്ടത് എല്ലാവരും. അങ്ങനെ ഒരുപാട് ആളുകൾ നാസർ ബാക്കവിക്ക് എതിരായി. ഈ അന്യൻ നാട്ടിൽ നിന്ന് പറഞ്ഞ് ഇനി കുടുംബത്തിൽ വെച്ചിട്ട് നമ്മുടെ സ്ഥലത്ത് വെച്ചിട്ട് യസ്മാനെ കൊണ്ട് പാടില്ല, ഇവിടെ നിർത്തൽ ചെയ്യണം. ഈ നാസർ ബാക്കവിന്റെ അന്യൻ ഏറ്റവും അവിടെയുള്ള കുറെ ആളുകൾ, നമ്മുടെ ആളുകൾ, അതായത് എ പി വിഭാഗമില്ല ലീഗുകാരായിട്ടുള്ള എന്റെ സ്വന്തത്തിൽപ്പെട്ട കുറച്ച് ആളുകളുണ്ട്. ഇവരൊക്കെ ബന്ധപ്പെട്ട് ഇവർ വന്ന് ഞങ്ങൾ അവനെ ഇങ്ങനെ ചെയ്യുന്നുണ്ട്, അപ്പൊ ഇനി അങ്ങനെ സംഭവിക്കില്ല, നിങ്ങൾ ഇതാക്കണം. അങ്ങനെ ഈ നാസർ ബാക്കവിന്റെ ഈ നമ്മുടെ വിഷയം പുറത്തു വന്നത് കൂടിയിട്ട് ഇവരെ കുടുംബത്തിൽ നിന്ന് ഒരു പെണ്ണും പുറത്തിറങ്ങി. അവള് പറഞ്ഞ് എന്നോട് ഇതേപോലെ ചെയ്തിട്ടുണ്ട്. നാസർ ബാക്കവിന്റെ കുടുംബത്തിൽപ്പെട്ടൊരു പെണ്ണ്. അപ്പോ വേറെ ഓരോ ഭാഗത്തു നിന്ന് ഇങ്ങനെ നാസർ ബാക്കവിനെ പറ്റിയിട്ടുള്ള പ്രശ്നങ്ങൾ. അതെ, അങ്ങനെ ഈ നാസർ ബാക്കവി അബ്ദുസ്താദിന് ഒരു ദിവസം ഫോൺ ചെയ്തിട്ട് പറഞ്ഞല്ലോ, ഉസ്താദെ എന്റെ അടുത്ത് അങ്ങനെ സംഭവിച്ചിട്ടില്ല, എനിക്ക് ഉസ്താദിനെ കാണാൻ പറഞ്ഞു. അപ്പൊ അബ്ദുസ്താദ് പറഞ്ഞല്ലോ, അത് അബ്ദുസ്താദിന്റെ ശിഷ്യനാണ് എന്നോട് പറഞ്ഞത്, ഈ പള്ളിന്റെ കമ്മൗണ്ടിക്ക് കാലെടുത്ത് വെച്ചാൽ അതിന്റെ കാല് കൊണ്ട് കിട്ടുന്നത് നാസർ ബാക്കവിനോട് അബ്ദുസ്താദ് പറഞ്ഞതാണ് എനിക്ക് അറിയുന്നത്. അബ്ദുസ്താദ് അല്ല എന്നോട് പറഞ്ഞത്, അബ്ദുസ്താദിന്റെ ശിഷ്യനാണ് എന്നോട് പറഞ്ഞത്. അപ്പൊ ഒരുപാട് പണ്ഡിതന്മാർ. അപ്പൊ ഞാനിതിലേക്ക് അപ്പൊ നമുക്കിത് അല്ല, അബ്ദുസ്താദ് അലിയൻക്ക് അന്ന് എന്റെ മുമ്പ് നിന്ന് വിളിച്ചിട്ടുണ്ട്. എന്റെ മുമ്പ് ഞാൻ അബ്ദുസ്താദിനോട് ഈ വിഷയം ചെന്ന് പറഞ്ഞ സമയത്ത് അബ്ദുസ്താദ് അലിയൻക്ക് വിളിച്ചിട്ട് അബ്ദുസ്താദ് അലിയനോട് പറഞ്ഞു, എന്താ താങ്കള് ഈ കാട്ടിയിട്ടുള്ളത്, തങ്ങളെ ഞങ്ങൾ അംഗീകരിക്കുന്നത് ഈ രീതിയിലാണ്, നിങ്ങളെ തെരീക്കത്തിൽ ഇതാണ് പറഞ്ഞിട്ടുള്ളത് എന്നൊക്കെ ചോദിച്ചിട്ട് അലിയനോട് അബ്ദുസ്താദ് ഒരുപാട് സംസാരിച്ചു. ഒരുപാട് സംസാരിച്ചു, നല്ല കണിശായിട്ട് സംസാരിച്ചു. അതുകൊണ്ട് നാസറിനോട് നിർത്താൻ പറ്റില്ല, പുറത്താക്കണം, തങ്ങളോട് പറഞ്ഞെങ്കിൽ പുറത്താക്കണം എന്ന് പറഞ്ഞെന്നൊക്കെ പറഞ്ഞിരുന്നു അബ്ദുസ്താദ്. എന്ത് ആയിരുന്നു. അപ്പൊ ഞാൻ ഇതിന്റെ അടുത്തൊന്ന് തങ്ങളെടുത്ത് പോകണമെന്നുണ്ടായിരുന്നു, ഒന്ന് പോകണം എന്നുള്ളതൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ എനിക്ക് സാഹചര്യങ്ങൾ ഒത്തിരിക്കില്ല. പിന്നെ പറഞ്ഞ അവിടെ അവിടെ തങ്ങളെ
ശിഷ്യന്മാർ കുറെ ആൾക്കാരുണ്ട്, എന്തിനും റെഡി ആയിട്ടുള്ളവരുണ്ട്. അപ്പോൾ ചിന്തിക്കണം, നമ്മൾ നോക്കണം, തങ്ങളുടെ സൗമ്യശീലനാണ് ഇങ്ങനെയാണ്. അന്ന് എനിക്ക് സത്യാവസ്ഥ തങ്ങളുണ്ടെന്ന് പറയാനാണ് എൻ്റെ ആവശ്യം. ഈ നാസർ അതിന്റെ ആവശ്യമില്ല, അതിന്റെ ആവശ്യമില്ല. അല്ല, എന്നോട് ഓരോരുത്തർ പറഞ്ഞു തന്നതാണ്, നമുക്കറിയില്ല സത്യം എന്താണെന്നുള്ള എനിക്കറിയില്ല. ഇത് പറഞ്ഞാണ് അപ്പൊ അങ്ങനെ പറഞ്ഞല്ലേ. അവിടെ പിന്നെ എനിക്ക് പോകാനുള്ള സാഹചര്യം കിട്ടിയില്ല. ഞാൻ തങ്ങളടുത്തൊന്ന് പോകണം, തങ്ങളോട് ഈ വിഷയങ്ങളൊന്ന് അവതരിപ്പിക്കണം. അതിന്റെ ശേഷമാണ് ഇപ്പൊ ഇങ്ങനെ അറിഞ്ഞത് ഈ തിരികത്ത് എന്തോ കഴിച്ചതാണെന്നുള്ള വിഷയങ്ങളൊക്കെ അങ്ങനെ ഉണ്ട്, പബ്ലിണ്ട് എന്നുള്ളതൊക്കെ. അല്ല, ഇത് ഇങ്ങനെ പിന്നെ എൻ്റെ ഒരു ഉസ്താദുണ്ട് പഠിക്കല്, ജലീൽ ഫൈസി. ഞാൻ കുറച്ചു കാലം ഓടാൻ പോയി. അപ്പോ ഈ ഉസ്താദ് ജലീൽ ഫൈസി ഈ ഇവിടെ വന്നിട്ടുണ്ട് പഠിക്കല്, പണിക്കോട്ടും പഠിക്കണം. ഈ പെണ്ണ് എന്ന് പറഞ്ഞ ഈ പെണ്ണിന്റെ നാട്ടുകാരാണ്. നമ്മൾ പറയുന്നത് ഈ സലാം പോലെ ഈ പെണ്ണ് അപ്പൊ ഈ ജലീൽ ഫൈസിനോട് ഞാനിങ്ങനെ വിവരമായിട്ട് പറഞ്ഞു. എൻ്റെ അടുത്ത് ഇവിടെ വന്ന് വീട്ടിൽ വന്ന് ചോദിച്ചിട്ട് എന്നോട് പറഞ്ഞു, തങ്ങളുടെ തെരീക്കത്തില് അന്ന് ജലീൽ ഫൈസി മർക്കസില് ഖുർആൻ കോളേജിൽ ഉസ്താദായിട്ടാണ് ജലീൽ ഫൈസി. ഇപ്പൊ അവിടെ ഒന്നുമില്ല. അപ്പൊ ജലീൽ ഫൈസി പറഞ്ഞത് എന്നോട് റാഹത്താണ് തെരീക്കത്ത് കഴിച്ചത്. കോഴിക്കോട് മഹന്തറയില് പുറത്താക്കി. നമ്മുടെ പിന്നെ ഓക്കെ ഉസ്താദിന്റെ സ്ഥാപനത്തിലെ മുദരിസായ തങ്ങൾ ഹസൻ തങ്ങൾ എന്ന് പറയും. ആ തങ്ങൾ നടത്തുന്ന സ്ഥാപനം അവിടെ നിന്ന് ആ പൈസയാണതല്ലേ ജലീൽ ഫൈസി എന്റെ ഉസ്താദാണ്. അപ്പൊ എന്നോട് കാര്യങ്ങളൊക്കെ ശരിക്കും പറഞ്ഞ് ഈ ഞാൻ സലാം ചെയ്തതിനെ പറ്റിയിട്ട് പറഞ്ഞ് അതൊന്നും ചെയ്തു ഒക്കെ തെറ്റാണ് ഒക്കെ പറഞ്ഞു. അതായത് ഈ പെണ്ണിനെ കൂടി പിടിക്കണം നാസർ ചെയ്തെന്ന് പറഞ്ഞാൽ എനിക്കതിനെ പറ്റി നാസറിനടുത്ത് ഞാൻ പോയിട്ടുണ്ട്. ഒരു ജിന്നാണ് അടുത്തുള്ള സംഗതി. ഞാൻ ചികിത്സയൊക്കെ പോയിട്ടുണ്ട്. ഞാൻ പറഞ്ഞ ജിന്നിന് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഉസ്താദ്. ഞാൻ ജിന്നിന്റെ എന്തെങ്കിലും ഇങ്ങനെ പറഞ്ഞു, ഞാൻ എന്തെങ്കിലും അത് ശരിക്കും അത് ചിന്തിക്കേണ്ടത് തന്നെയാണ് എന്നുള്ള ജലീൽ ഫൈസിനോട് പറയാം. ഞാൻ എങ്ങനെ ആയാലും നിങ്ങൾ അംഗീകരിക്കുന്ന ആളാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്നെ ചോദ്യം ചെയ്യും. ആയിക്കോട്ടെ, ഞാൻ ചർച്ച ചെയ്യട്ടെ എന്നുള്ള വിഷയങ്ങൾ അതുകൂടാതെ അതിലേക്ക് തന്നെ നിങ്ങളുടെ പിന്നെ അളിയനാകുന്ന അയാളെന്താ പറഞ്ഞത്, എന്നെ അമ്മ ചോദ്യം ചെയ്യല്. അതാണ് അവിടെയാണ് ഏറ്റവും വലിയ പാട്ട്. സാധാരണക്കാരൻ പറഞ്ഞിരിക്കണെങ്കിലും കുഴപ്പമാണ്, ഇസ്ലാമിന് പുറത്താണ്. ഒരു പണ്ഡിതനെ പറഞ്ഞ പിന്നെ അവസ്ഥ എന്താ? അയാൾ പലതവണ നിസ്കരിക്കാറില്ല. പതിനാല് ദിവസം നിസ്കരിച്ചിട്ടില്ല വെച്ചിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇതിനെതിരെ അഭിപ്രായം പറഞ്ഞിട്ടില്ല. 14 ദിവസം നിസ്കരിച്ചിട്ടില്ലെങ്കിലും കുഴപ്പമില്ലാന്ന് ഇർഫാനി പെങ്ങൾക്ക് പറഞ്ഞു കൊടുത്തു. ഇതിപ്പോ അമ്മ പറയാ പെങ്ങൾക്ക് പറഞ്ഞു കൊടുത്താ. അപ്പൊ എന്തായാലും ഈ നിലക്ക് ഈ തെരീക്കത്തിൻ്റെതായ ആശയങ്ങളും ആദർശങ്ങളും ഒക്കെയാണ് ഇപ്പൊ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോ ഇവര് ഏത് രീതിയിലാണ് ഇവര് ഇത് പോയിട്ടുള്ളതെന്നുള്ളത് നമുക്കറിയില്ല. നമ്മളോട് ബന്ധപ്പെട്ട സംഗതിയിൽ നമുക്ക് മനസ്സിലായതൊക്കെ ഇതാണ്. ഇവ എന്നോട് പറഞ്ഞ എനിക്ക് തെരീക്കത്തുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ അപ്പൊ പിന്നീട് ഞങ്ങൾ ഈ കല്യാണം ഒഴിവാകുന്ന ഘട്ടം വന്നപ്പോ അവൻ പറഞ്ഞു, എന്റെ ഇങ്ങനൊന്നും ഉണ്ടാവില്ല, ഞാന് ഈ വക നിസ്കരിച്ചോളാം, ഞാൻ അവളോടൊന്നും ചെയ്യൂല, അങ്ങനെ എടുക്കുന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ പറഞ്ഞു. അപ്പൊ നമ്മള് എന്ത് ചെയ്ത് ഇത് വേണ്ട, നമ്മളത് വേണ്ട എന്നുള്ള അപ്പൊ ഇവനോട് ചോദ്യം ചെയ്തു. ഇതിന്റെ ഉസ്താദായ നാസർ ബാക്കവി ചെയ്തതിനെ പറ്റിയിട്ട് സലാമിനോട് ഞാൻ ചോദ്യം ചെയ്തപ്പോ സലാം എന്താ പറഞ്ഞത്? സലാം പറഞ്ഞത് ഈ ഇർഫാനി സലാം ഞാൻ ചെറുപ്പം മുതൽക്കേ എന്നെ പഠിപ്പിച്ചു വളർത്തി കെട്ടിയ പെണ്ണ് പറഞ്ഞെങ്കിലും വലുതാണ് ഉസ്താദ് പറഞ്ഞത്. അപ്പൊ കെട്ടിയ പെണ്ണിന് എന്ത് ആവശ്യമുണ്ട് ഉസ്താദിനെ പറ്റി അപവാദം പറയേണ്ട ആവശ്യം? ഈ ഉസ്താദിനെ ഈ പെണ്ണ് ഞാൻ പറഞ്ഞു, ഈ ഉസ്താദിനെ ഈ പെണ്ണ് കാണുന്നത് ഫസ്റ്റാണ്. പെണ്ണിന് യാതൊരു ബന്ധമില്ല ഉസ്താദിനോട്. അല്ല ലോകത്തെ ചോദിക്കാമായിരുന്നല്ലോ, ഒരു അന്യ പുരുഷന്റെ കൂടെ ഒരു അന്യ പെണ്ണ് അതൊക്കെ ചോദിച്ചു എന്ത് അടിസ്ഥാനത്തിലാണ് ഉസ്താദാണെങ്കിലും അന്യനല്ലേ ഈ ഉസ്താദിന്റെ അടുത്തേക്ക് പെങ്ങളെ വാരനാക്കി നിങ്ങൾ എങ്ങനെ പുറത്തു നിന്ന് അത് എങ്ങനെ നിന്ന്? അത് എന്റെ ഉസ്താദിന് എനിക്ക് വിശ്വാസമുണ്ട്.
ഉസ്താദിന് വിശ്വാസം ഉണ്ടെങ്കിലും ഒരു അന്യ സ്ത്രീയും അന്യ പുരുഷനും ഉള്ളിടത്ത് ഏത് വലിയ ഉസ്താദാണെങ്കിലും അവിടെ മൂന്നാമത്തത് ആരാളുള്ളത് ആക്കാൻ ചോദ്യം. അപ്പൊ നമ്മള് എന്റെ റെക്കോർഡ് ചെയ്തിട്ട് എന്റെ മൊബൈലിൽ ഇപ്പൊ അടുത്ത് വരേണ്ടായിരുന്നു, അവിടുന്ന് ഡിലീറ്റ് ആയി പോയി മൊത്തം. ഏതായാലും അവന്റെ സംസാരം മൊത്തം ഫോണിൽ പെങ്ങൾ പറഞ്ഞു അവനെ പിന്നെ എനിക്ക് ബന്ധം തുടരാൻ സാധിക്കില്ല. സലാം ഇർഫാൻ ഒരു ദിവസം പെങ്ങളോട് തലശ്ശേരി പോകാനെന്ന് പറഞ്ഞിട്ട് വീട്ടിൽ നിന്ന് പോയി. അങ്ങനെ സലാം ഇർഫാന്റെ ഒരു സുഹൃത്തുണ്ട് രാമനാട്ടുകരെ ഒരു തങ്ങള്, ഈ തങ്ങളെ ഭാര്യയുണ്ട്. അങ്ങനെ ഇവർ ഒന്നിച്ച് പോയത് ആലുവയ്ക്കാണ്. ആലുവയിൽ കൊണ്ടുപോയിട്ട് ഈ ഷെയ്ഖിന്റെ അടുത്തേക്കാണ് കൊണ്ടുപോയത്. അങ്ങനെ ഈ വീട്ടിൽ പോയി ശേഷം ഈ തങ്ങള് അവിടെ നിൽക്കുന്ന സമയത്ത് ഇവിടെ ഇജാബ് കിട്ടുന്നില്ല. തങ്ങൾ അങ്ങോട്ട് വന്ന് റൂമിൽ ഇവരെ അടുത്തേക്ക് അടുക്കളയ്ക്ക് വന്ന് തങ്ങൾ വന്ന് ഇങ്ങനെ ചിരിച്ചുകാണ്ട് അവരടുത്ത് വന്നുകൊണ്ട് നോക്കിയാണ് അവിടെ പോയി. ഇതൊക്കെ ഇപ്പൊ ഈ സലാം ഇർഫാനി കളവ് പറഞ്ഞിട്ടാണ് ആ കൊണ്ടുപോകുന്നത്. ഇപ്പൊ പറഞ്ഞിട്ടുണ്ട് ഇതിന്റെ അകത്തുകൊണ്ട് 5 വർഷം കൊണ്ടിട്ട് പിന്നെ വേറൊരു ഭീഷണി ഇവളോട് പെടുത്തിയിട്ടുണ്ട്. എന്താ ഭീഷണി? നീ എന്നെ പറ്റി എന്ത് തന്നെ പറഞ്ഞാലും നിന്റെ വീട്ടുകാരെ വിശ്വസിക്കൂല. അത് വിശ്വസിക്കാതിരിക്കാനുള്ള മാർഗം എന്തെങ്കിലും ഉണ്ട്. എന്റെ അവിടെ വീട്ടുകാരായ ഞങ്ങൾ വിശ്വസിക്കൂല. അത് വിശ്വസിക്കാതിരിക്കാനുള്ള മാർഗം ഞങ്ങൾ എടുത്തിട്ടുണ്ട്, എന്റെ അടുത്തുണ്ട്. പിന്നെ അത് മാത്രമല്ല, അഥവാ ഈ എങ്ങാനതായി കഴിഞ്ഞാൽ അന്നെ ഞങ്ങൾ കണക്ക് വിടില്ല എന്നൊക്കെ ഭീഷണിയൊക്കെ പെടുത്തിട്ടുണ്ട്. ഈ തങ്ങളെ ഭാര്യ ഹിജാബ് പൊന്തിച്ചിട്ടുള്ളത് കൂടെ പോയ ഈ സ്റ്റേഷന്റെ അടുത്തേക്ക് പോയപ്പോ അപ്പൊ ഈ പെങ്ങളെ കൂടെ പോയ വിളിക്കുന്നത് ഹിജാബ് പൊന്തിച്ചിട്ട് ചിരിച്ചു പോയി. അപ്പൊ അതിന് പിന്നീട് സലാം ഇർഫാൻ ചോദ്യം ചെയ്തത് തങ്ങളെ ഭാര്യ ഹിജാബ് പൊന്തിച്ചിട്ടില്ല, നീ എന്താ ഹിജാബ് പൊന്തിക്കാൻ, നിനക്ക് ഹിജാബ് പൊന്തിച്ചുകൂടായിരുന്നോ? അപ്പൊ തങ്ങൾക്ക് അവൻ എനിക്ക് തോന്നുന്ന ശേഷം കാഴ്ച വെക്കാൻ കൊണ്ടേതാ. പെണ്ണിനെ കാണാൻ പാടില്ലല്ലോ. അപ്പൊ തങ്ങളെ ഭാര്യ മുഖം കാട്ടിയില്ലേ, നീ എന്താ മുഖം ഈ പെണ്ണിനെ കൊണ്ടുപോയത് അങ്ങനെ ജനങ്ങൾ മനസ്സിലാക്കണം. നമ്മളിപ്പോ ഹക്ക് പറഞ്ഞു, ജനങ്ങൾക്ക് മനസ്സിലാക്കട്ടെ. അല്ല എന്നിട്ടും ഇത് ഹക്കായിരിക്കത്താണ് കൊണ്ടുനടക്കട്ടെ. നമുക്ക് വേറൊന്നും ചെയ്യാൻ പറ്റില്ല. ഇന്ന് പലരും പറയാൻ തുടങ്ങിയിട്ടുണ്ട് ഇവരുടെ തെരീഖത്തുകാരെ മുമ്പത്തെ പോലെയല്ല, ഇപ്പൊ എല്ലാവരും നിസ്കാരം സജീവമായിട്ടുണ്ട്. നിസ്കാരത്തെ കുറിച്ചാണ് അവരുടെ വാളും പരിപാടിയുമെല്ലാം. ഞാൻ പറഞ്ഞു അൽഹംദുലില്ലാഹ്, അവര് മനസ്സ് തട്ടിയാണെങ്കിലും അല്ലെങ്കിലും നമ്മുടെ പ്രബോധനം കൊണ്ട്, നമ്മുടെ കാസറ്റ് കൊണ്ട് അൽഹംദുലില്ലാഹ് ശൈഖും മുരീദന്മാരും നിസ്കരിക്കാനൊക്കെ തുടങ്ങിയല്ലോ. വളരെ സന്തോഷമുണ്ട്. യഥാർത്ഥത്തില് ഇവരെ മുരീദന്മാർ ആ വിഷയത്തിലൊന്നും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം അവരുടെ ശൈഖന്മാര് പഠിപ്പിക്കുന്നതല്ലേ അവർ ചെയ്യുകയുള്ളൂ. യഥാർത്ഥത്തില് ആ തെരീഖത്തിൽ കടക്കുന്ന വ്യക്തികൾ പലരും നിസ്കരിക്കാറില്ല. ഇബാദത്തിന്റെ മേഖല അവർ ശ്രദ്ധിക്കാറില്ല. അവർക്ക് ആകെ ഉള്ള രണ്ടാണ് റാബിത്ത. എന്തായി റാബിത്ത എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു കൂടാരത്തിൽ ഇരുന്നു കൊണ്ട്, അല്ലെങ്കിൽ അവർ റൂമിന്റെ ഉള്ളിൽ ഇരുന്നു കൊണ്ട് അങ്ങനെ കുറെ ദിക്ർ ഇങ്ങനെ ചെല്ലുക. ആ ടൈമിലെല്ലാം ഷെയ്ഖിനെ 2 പെരുകത്തിനിടയിൽ ഇങ്ങനെ ഹാജരാക്കി അങ്ങനെ കുത്തിരുന്ന് കുറെ ദിക്ർ ചെല്ലുമ്പോ അവന് പല അത്ഭുതങ്ങളും കാണുന്നതായി തോന്നും. അത് ഇബ്ലീസ് ചിലപ്പോൾ തോന്നിക്കുന്നതായിരിക്കും. പല പ്രകാശങ്ങളും വന്നേക്കാം. ചിലപ്പോൾ ആ പ്രകാശങ്ങളൊക്കെ ഇബ്ലീസ് കാണിക്കുന്നതായിരിക്കും. അങ്ങനെ അവന് പല ആനന്ദങ്ങളുമായി തോന്നുമ്പോ അതിന്റെ കൂടെ പോകലാണ്. നൂറിഷാ തരീഖത്തുകാരും അങ്ങനെ തന്നെയാണ്. പല ആൾക്കാരെയും കൊണ്ടുപോയി പല ദിക്ർ ആൾക്കാരെയും ഇരുത്തിക്കൊണ്ട് നിസ്കാരങ്ങളൊന്നും കളാവിട്ടലോ അല്ലെങ്കിൽ നിസ്കരിപ്പിക്കലോ അല്ല. അവരുടെ വിഷയം ഈ ദിക്ർ ചെല്ലിക്കലാണ്. ദിക്ർ ചെല്ലുമ്പോ പലതും കടന്നുകൂടാറുണ്ട്. പല മക്കാമാത്തുകളിലേക്കും അവർ ചെന്നെത്തി അവർക്ക് തോന്നാറുണ്ട്. ഈ തോന്നലുകളൊക്കെയും ഹക്കായിക്കൊള്ളണമെന്നില്ല. ഇനി ഹക്കാണെങ്കിൽ തന്നെയും അതൊന്നും ദർശനമായി എഴുതി വെക്കാനുള്ളതല്ല. അതുപോലെ നിങ്ങൾ നോക്കുക, നമ്മുടെ റിഫായിമാരെടുത്ത് നോക്കിയാൽ അതിൽ കാണാവുന്ന ഒരു സത്യമുണ്ട്. എന്താ അതിൽ പറയുന്നത്? ഏറ്റവും വലികളും ഈ ബഹറിൽ മുങ്ങിയിട്ട് ഈമാനും തെറ്റി മൗത്തായെന്ന് ചൊന്നോവർ, അഥവാ ഈ തെരീഖത്താകുന്ന സാഗരത്തില് ഇറങ്ങിച്ചെന്ന ഒരുപാട് ശൈഖന്മാര് അവരെ വിശ്വാസങ്ങൾക്ക് വൈകല്യം വന്നു.
അവർക്ക് അള്ളാഹുവിനെ എത്തിപ്പെടാൻ സാധിക്കാതെ അള്ളാഹുവിന്റെ സാമീപ്യം കരസ്ഥമാക്കാൻ പറ്റാതെ ഏതോ ഷെറിൽ അവർ കുടുങ്ങി, ഇബ്ലീസിന്റെ കെണിവലയിൽ കുടുങ്ങി അവസാനം അവർ വിശ്വാസങ്ങളൊക്കെ പിഴച്ചതായി ചത്തുപോയ സംഭവമാണ് അതിൽ പറയുന്നത്. എങ്കിൽ നാസിർ ബാക്കവി ഇവരുടെ സ്ഥാപനത്തിലെ മുദരിസ് അതിനെ ദുർവ്യാഖ്യാനം ചെയ്യുന്നു. അയാൾ പറയുന്നത് ആ പറഞ്ഞത് അങ്ങനെയല്ല. പിന്നെന്താ പറഞ്ഞത്? ഈമാനും തെറ്റി മൗത്തായി എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ സാമീപ്യം കരസ്ഥമാക്കാൻ പോയ മഹത്തുക്കള് അള്ളാഹുവിനെ കണ്ടാൽ പിന്നെ അവർക്ക് ഈമാൻ വേണ്ട, വിശ്വാസം വേണ്ട. അള്ളാഹുവിനെ കണ്ടാൽ യഖീനായി ഉറപ്പായി, അതാണ് ഈമാൻ തെറ്റി മൗത്തായി എന്ന് പറഞ്ഞാൽ. ഇത് നാസിർ ബാക്കവി പറഞ്ഞിട്ടില്ല എന്ന് നാസിർ ബാക്കവി പറയുന്നുവെങ്കിൽ അയാളുടെ ശിഷ്യന്മാരെ കൊണ്ട് ഇൻഷാ അല്ലാഹ് ഞാൻ ആ സംഭവം പറയിപ്പിച്ചു തരാം. കണ്ടോ, ഏത് ദുർവ്യാഖ്യാനവും ചെയ്യാൻ ഒന്നാം നമ്പർ മിടുക്കനാണ്. സുബ്ഹാന ജല്ല ജലാലുഹു. മൽഹറുൽ അത്തം എന്ന് പറയുന്ന ആ വിഷയത്തെ അയാൾ വ്യാഖ്യാനിച്ചത് കാണാവുന്നതാണ്. അള്ളാഹുവിന്റെ എല്ലാ വിശേഷണങ്ങളും ഒത്തിണങ്ങിയ ഒരു വ്യക്തിയാണ് അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള്. ആണോ? അള്ളാഹുവിന്റെ എല്ലാ വിശേഷണങ്ങളും ഒത്തിണങ്ങിയ നല്ല അതിന്റെ അർത്ഥം ജലാലിയത്ത് ജമാലിയത്ത് ആകുന്ന അള്ളാഹുവിന്റെ വിശേഷണങ്ങള്, ആ വിശേഷണങ്ങള് അള്ളാഹുവിന്റെ ഹബീബിലുണ്ട്. അതാണ് ആ പറഞ്ഞതിന്റെ പൊരുള്. ലൈസ കമിസ്ലിഹി ശൈഉൻ, അള്ളാഹുവിനെ പോലെ ഒരു ശൈഉമില്ല എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ റസൂലും അള്ളാഹിനെ പോലെയല്ല എന്നാണ് ആ പറഞ്ഞത്. പൊന്മള ഉസ്താദ് പറയുന്നു, ഒന്ന് കേൾക്കുക. അള്ളാഹുവിന്റെ എല്ലാ വിശേഷണങ്ങളും ഒത്തിണങ്ങിയ വ്യക്തിയാണ് മുഹമ്മദുർ റസൂലുള്ളാഹി തങ്ങൾ. അതുകൊണ്ടാണ് മൽഹറുൽ അത്തം എന്ന് മുഹമ്മദ് നബിയെ സൂചിപ്പിക്കാറുള്ളത്. ഇത് സംബന്ധമായി ഉസ്താദിന് എന്ത് പറയാനുണ്ട്? അത് പറയാനുള്ള സൂഫിയാക്കൾ പറഞ്ഞു തന്ന അള്ളാഹു താലാന്റെ സിഫത്തൊക്കെ റസൂലുള്ളാഹിലുണ്ട് പറഞ്ഞാൽ അള്ളാഹ് എന്നെ ആയി റസൂലുള്ളാഹി എന്നല്ല ഇതിനർത്ഥം. അതും തിരിയണമെങ്കിൽ സാധാരണക്കാർക്ക് തിരിയില്ല. പറഞ്ഞതിനർത്ഥം അള്ളാഹുവിൻ്റെ സിഫാത്ത് രണ്ട് തരത്തിലുണ്ട്, സിഫാത്തുൽ ജമാൽ, സിഫാത്തുൽ ജലാൽ. ഈ രണ്ട് ഇനത്തിലാണ് അള്ളാഹുവിൻ്റെ എല്ലാ സിഫാത്തുകളും. ഇതേ സിഫാത്തുകൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലും കാണും, ജലാലിയത്ത് ജമാലിയത്ത്. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആലയാകുന്ന യഥാർത്ഥ വുജൂദിന്റെ ഉടമയായ അള്ളാഹു, അവന്റെ മൽഹർ എന്ന് പറഞ്ഞാൽ അവൻ പ്രത്യക്ഷപ്പെടുന്ന, അവന്റെ സിഫാത്തുകൾ പ്രത്യക്ഷപ്പെടുന്ന, അള്ളാഹിന്റെ ദാത്ത് ഇവിടെ ഇറങ്ങും എന്നല്ല ഇതിനർത്ഥം. അള്ളാഹുവിന്റെ സിഫാത്തിന്റെ പ്രത്യക്ഷമാകുന്ന സ്ഥലമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ലോകത്ത് നടക്കുന്ന എല്ലാ നല്ല കാര്യങ്ങളും നബിത്തങ്ങളിൽ നിന്ന് നിർഗളിച്ചതാണ്. നബിത്തങ്ങളാണ് അതിൻ്റെയൊക്കെ അടിത്തറ. ഇതാണ് പറഞ്ഞതിനർത്ഥം. എന്നല്ലാതെ അള്ളാഹു നേരെ റസൂലുള്ളാഹിയിൽ പ്രത്യക്ഷപ്പെടുമെന്നോ അള്ളാഹുവിന്റെ സിഫത്ത് റസൂലുള്ളാഹിയിൽ നേരെങ്ങനെ കാണുമെന്നോ ആ പറഞ്ഞതിനർത്ഥമില്ല. അത് പിഴച്ച് മനസ്സിലാക്കി പോയവരൊക്കെ പിഴച്ചുപോയി. എല്ലാ നിങ്ങളെ വാദമനുസരിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ എല്ലാ വിശേഷണങ്ങളും ഒത്തിണങ്ങിയാൽ അള്ളാഹുവിനെ പോലെ തന്നെയല്ലേ ആവുക? അള്ളാഹുവിനെ പോലെ ആരുമില്ല. ആ വിഷയമൊക്കെ വിശദമായി പറയേണ്ട ഒരു വിഷയമാണ് ഇൻഷാ അല്ലാഹ്. അതൊക്കെയും ഇവരുടെ ഒരുപാട് വൈകല്യങ്ങൾ തുറന്നു പറയാൻ ഇൻഷാ അല്ലാഹ് അവസരം വരുമ്പോ ഞാനത് പറയാം. ഇപ്പോൾ ഇവരുടെ തെരീഖത്ത് പിഴച്ചതാണെന്ന് പറയാൻ അതിന്റെ ഒന്നും ആവശ്യമില്ല. ഒരുപാട് പിഴവുകളാണ് ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ സീഡിയിലും പറഞ്ഞതൊക്കെ തന്നെയാണ്. ചെറിയ ഒരു പിഴവ് മതി ഒരു തെരീഖത്ത് പിഴച്ചതാണെന്ന് പറയാം. മുമ്പിലേക്ക് തുപ്പുക, വലതു ഭാഗത്തേക്ക് തുപ്പുക, ഖിബലയുടെ ഭാഗത്തേക്ക് തുപ്പുക, കറാഹത്ത് ചെയ്യുക, ഖിലാഫുൽ ഔല ചെയ്യുക, അതെല്ലാം തെരീഖത്തുകാരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ അബദ്ധങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഈ തെരീഖത്തുകളൊക്കെ പിഴച്ചതാണെന്ന് പറയാൻ വലിയ വലിയ സബൂൽ മുബിഖാത്ത് ചെയ്തത് വലിച്ചു കൊണ്ടുവരേണ്ട ആവശ്യമില്ല. അഖീദ സംബന്ധമായ പിഴവുകളൊന്നും വലിച്ചു കൊണ്ടുവരേണ്ട ആവശ്യമില്ല. പക്ഷേ അഖീദയിൽ ഇവർ വല്ലാതെ പിഴച്ചുപോയ തെരീഖത്താണ്. ശാഖപരമായി ഒരുപാട് പിഴച്ച തെരീഖത്താണ്. ക്രിസ്തീയ തെരീഖത്താണെന്ന് പൊന്മള ഉസ്താദ് പറഞ്ഞുവെങ്കിൽ, കൊടുങ്ങല്ലൂർ അമ്മന്റെ തെരീഖത്താണ് എന്ന് ബഹുമാനപ്പെട്ട കോട്ടൂർ ഉസ്താദ് പറഞ്ഞുവെങ്കിൽ, ലോകത്ത് ഇതുപോലെ പിഴച്ചൊരു തെരീഖത്തില്ല എന്ന് ഞാൻ പലതവണയും ആവർത്തിച്ചത് വെറുതെയല്ല. ഒരു തെറ്റ് പറഞ്ഞാൽ ആ തെറ്റ് തന്നെ മതിയല്ലോ, വീണ്ടും ആവർത്തിക്കുകയാണ് തെറ്റെന്താണ്? ഒരുപാട് തെറ്റുകളുണ്ട്. നിസ്കാരത്തിന്റെ പിറകെ ഷെയ്ഖ് കൊടുത്ത ദിക്റല്ലാതെ വേറൊരു ദിക്റും ചൊല്ലാൻ പാടില്ല എന്ന് പറയുന്ന കള്ളത്തരീഖത്തുകാരുടെ ആശയങ്ങള് ഇവർക്കുമുണ്ട്, ഇവരും എഴുതി വച്ചിട്ടുണ്ട്. അത് സംബന്ധമായി ബഹുമാനപ്പെട്ട പൊന്മള ഉസ്താദ് പറയുന്നത് കേൾക്കുക. നിസ്കാരങ്ങൾക്ക് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പഠിപ്പിച്ച വാരിദായ ദിക്റുകൾ ചൊല്ലണം എന്നാണ് ഉസ്താദിന്റെ ബുക്കിൽ കാണുന്നത്. എങ്കിൽ മശായിഖന്മാർ പഠിപ്പിക്കുന്നത് ഒരു ഷെയ്ഖ് ഉണ്ടെങ്കിൽ ആ ഷെയ്ഖ് പറയുന്ന ദിക്ർ ചൊല്ലണം, അതില്ലാത്തവനാണ് വാരിദായ ദിക്ർ ചൊല്ലേണ്ടത് എന്ന് യവാഖിത്ത് പോലെയുള്ള ഗ്രന്ഥങ്ങളിലൊക്കെ ഇല്ലേ? അത് യവാഖിത്തിലുണ്ട്. പക്ഷെ ഉള്ളതും ഈ പറഞ്ഞുള്ള വൈരുദ്ധ്യമാണ് മനസ്സിലാക്കേണ്ടത്. മഹ്സൂറിന് എതിരായിട്ട് ഒറ്റ ഷെയ്ഖുമാരും പറയില്ല. മഹ്സൂറായ ദിക്ർ ഇല്ലാത്തയിടത്താണ് പറയുന്നത്.
ഇല്ലാത്തയിടത്ത് ഷെയ്ഖിൻ്റെ നിർദ്ദേശം ഉണ്ടെങ്കിൽ അതിന് നമുക്ക് പ്രാമുഖ്യം കൊടുക്കാം, അതിൽ തർക്കമില്ല. ഹബീബായ നബി തങ്ങളിൽ നിന്ന് ബുഹാരി മുസ്ലിം അടക്കമുള്ള റിവായത്ത് കൂടെ വന്ന സംഗതി അതിനേക്കാൾ വലിയത് ഏതാണ്? ഷെയ്ഖിൽ നിന്ന് കിട്ടിയതാണെന്ന് പറയുന്നത് ഒരിക്കലും ശരിയല്ല. അങ്ങനെ ഒരു സംഗതി ശരിയായ ഷെയ്ഖുമാർ പറഞ്ഞിട്ടില്ല. ആ പറഞ്ഞതിനെ ശരിയായ ഷെയ്ഖുമാരെ കുറിച്ചാണ്. ഇത് ഏതോ ജാഹിലിനെ ഷെയ്ഖാക്കിയിട്ട് അതാണ് ഇവർ പറയുന്നത്. ഇവരുടെ ഒരു ആശയമാണ് ഷെയ്ഖ് കൊടുത്ത ദിക്റല്ലാതെ വേറെ ഒരു ദിക്റും ചൊല്ലാൻ പാടില്ല. ഷെയ്ഖ് കൊടുത്ത ഔറാദുകളല്ലാതെ മറ്റൊരു ഔറാദും ഇവിടെ ചെയ്യാൻ പാടില്ല. ഹദ്ദാദ് പോലും ഇവർ ചെയ്യാറില്ല, ഇവർ മറ്റുള്ളവരെ ഉപദേശിക്കാറില്ല. ഇതാ കേൾക്കുക, ഫർദ് നിസ്കാരങ്ങളും റവാത്തിബ് സുന്നത്ത് നിസ്കാരങ്ങളും കഴിഞ്ഞാൽ ഷെയ്ഖ് നിനക്ക് നൽകിയിട്ടുള്ള ദിക്റുകൾ കൊണ്ട് നീ ജോലിയാകണം. മറ്റുള്ള ദിക്റുകൾ ചൊല്ലി നീ സ്വയം ചികിത്സിക്കരുത്. സ്വയം ചികിത്സ അത്യാപത്താകുന്നു. ഞാൻ ചോദിക്കട്ടെ, കുന്നത്തേരി തരീഖത്തുകാരെ, അതിന്റെ കുഞ്ഞാടുകളെ, ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദ് SSFന്റെ 40ാം വാർഷികത്തില് SSFന്റെ മക്കളോട് വിളിച്ചുപദേശിച്ചു, നിങ്ങളെല്ലാവരും ഹദ്ദാദ് ചൊല്ലണം, നിങ്ങളെല്ലാവരും സ്വലാത്ത് ചൊല്ലണം, സ്വലാത്ത് ഷെയ്ഖിന്റെ സ്ഥാനത്ത് നിൽക്കും എന്നെല്ലാം ഉസ്താദ് പറയുകയും ഇജാസത്ത് കൊടുക്കുകയും ചെയ്തപ്പോ, അല്ലയോ കുന്നത്തേരിക്കാരെ, നിങ്ങൾ ആ ഇജാസത്ത് സ്വീകരിച്ചോ? നിങ്ങളത് സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ ഷെയ്ഖിനെതിരല്ലേ, നിങ്ങളെ സുവനീറിനെതിരല്ലേ? അത് നിങ്ങൾ സ്വീകരിച്ചില്ലെങ്കിൽ കാന്തപുരം ഉസ്താദിനെതിരല്ലേ, SSFന് എതിരല്ലേ? നിങ്ങൾ എവിടെ നിന്ന് SSFകാരായി? നിങ്ങൾ എവിടെ നിന്ന് AP ഉസ്താദിന്റെ ആൾക്കാരായി? ഇല്ല. ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദും കാന്തപുരം ഉസ്താദ് നേതൃത്വം നൽകുന്ന അതിന്റെ അനുയായികളും വിശ്വസിച്ചു പോരുന്ന ആശയങ്ങളും ആദർശങ്ങളും ഉൾക്കൊണ്ട് ജീവിക്കാൻ കള്ളത്തരീഖത്തുകാർക്ക് സാധിക്കുകയില്ല. കാരണം ഒരിക്കലും നിങ്ങളുടെ വിശ്വാസങ്ങളും സുന്നത്ത് ജമാഅത്തിന്റെ വിശ്വാസങ്ങളും ഒരുപാട് വ്യത്യാസമുള്ളതാണ്. നിങ്ങൾ നോക്കുക, ഇവര് പഠിപ്പിക്കുന്നതായി കാണാം, സ്വലാത്ത് ചൊല്ലിയാൽ ആ സ്വലാത്ത് ഷെയ്ഖിന്റെ സ്ഥാനത്ത് നിൽക്കുകയില്ല. ആ സ്വലാത്ത് ചൊല്ലുന്ന വ്യക്തിയെ ഏതെങ്കിലും ഷെയ്ഖിലേക്ക് എത്തിക്കാൻ ഒരു മാർഗമുണ്ടാകുമെന്നല്ലാതെ സ്വലാത്ത് ഷെയ്ഖിന്റെ സ്ഥാനത്ത് നിൽക്കുകയില്ല എന്ന് ഇവർ എഴുതി വിട്ടതായി കാണാവുന്നതാണ്. എന്നാൽ സഫീനത്തുൽ ഖാദിരിയ എന്ന് പറയുന്ന ഔസുല്ലാലം തങ്ങളെ കിതാബ് പരിശോധിച്ചാൽ സ്വലാത്ത് ഷെയ്ഖിന്റെ സ്ഥാനത്ത് നിൽക്കുമെന്ന് മഹാൻ തറപ്പിച്ചു പറയുകയാണ്. അതുപോലെ യൂസുഫ് നബ്ഹാനി തങ്ങൾ വിവിധ കിതാബുകളില് സ്വലാത്ത് ഷെയ്ഖിന്റെ സ്ഥാനത്ത് നിൽക്കുമെന്ന് പറയുന്നതായി കാണാം. ബഹുമാനപ്പെട്ട ചെറിയ AP ഉസ്താദ് മർക്കസുലുലൂം 2007 ഇറക്കപ്പെട്ട മർക്കസുലുലൂം, അതിൽ മഹാനവറുകളുടെ ലേഖനത്തിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ സ്വലാത്ത് വർദ്ധിപ്പിക്കുക. ആ സ്വലാത്ത് മുറബ്ബിയ ഷെയ്ഖിന്റെ സ്ഥാനത്ത് നിൽക്കും. സ്വലാത്ത് ചൊല്ലിയാണ് ധാരാളം ആരിഫുകൾ അല്ലാഹുവിന്റെ മഅരിഫത്തിലേക്ക് എത്തിയത്. അവർക്ക് സ്വലാത്തല്ലാതെ മറ്റൊരു ഷെയ്ഖും ഉണ്ടായിരുന്നില്ല. തഖ്രീബുൽ ഉസൂൽ 56-ാം പേജ്, മുസ്ലിം 2384-ാമത്തെ പേജ്. ധാരാ പറയുന്നത്, ബഹുമാനപ്പെട്ട ചെറിയ AP ഉസ്താദ് 2007 മർക്കസുലൂമില് പരിശോധിച്ചാൽ ആ ലേഖനത്തിൽ കാണാവുന്നതാണ്. ഇങ്ങനെ ആലിമീങ്ങളും മഹത്തുക്കളുമെല്ലാം എഴുതി വച്ചതിന് ഘടകവിരുദ്ധമായി അല്ലാഹുവിന്റെ ഹബീബിന്റെ സ്വലാത്തിനെ കൊച്ചായി കാണിക്കാൻ ഈ സമുദായത്തിന്റെ മുമ്പിൽ ആ സ്വലാത്തിന് ഷെയ്ഖിനെക്കാളും സ്ഥാനം മാനമില്ല എന്ന് കാണിക്കാൻ വേണ്ടി ഇവരിതാ എഴുതി പ്രചരിപ്പിക്കുന്നത് കള്ളത്തരീഖത്തുകാരുടെ ആശയങ്ങളിൽ ഒരാശയമല്ലെങ്കിൽ തെറ്റെന്താണെന്ന് ചോദിക്കുന്നവരെ അതൊരു തെറ്റല്ലേ? മാത്രമല്ല, ഒരു കാലഘട്ടത്തിനും സമുദായത്തിനും യോജിച്ചുകൊണ്ട് ശരീഅത്ത് വ്യത്യസ്തമാകുന്നത് പോലെ വ്യക്തികളുടെയും കാലത്തിന്റെയും വ്യത്യാസമനുസരിച്ച് തെർബിയത്തും വ്യത്യാസമാകും എന്നിവർ എഴുതി വച്ചത് കഴിഞ്ഞ തവണ ഞാൻ പറഞ്ഞതാണ്. സുബ്ഹാനല്ലാഹ്, ശരീഅത്ത് ഓരോ കാലഘട്ടത്തിന് മാറ്റം വന്നുകൊണ്ടേയിരിക്കുമെന്നാണ്. ഇല്ല, ശരീഅത്ത് മാറേണ്ടതൊക്കെ മാറിപ്പോയി. അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറളിതു ലക്കുമുൽ ഇസ്ലാമ ദീന എന്ന് പറയലോടുകൂടെ ഇനി പരിശുദ്ധമായ ശരീഅത്തിന് ഒരു മാറ്റവുമില്ല. കാലത്തിനൊപ്പിച്ചത് മാറുകയില്ല. ഇവര് പറയുന്നു കാലത്തിനൊപ്പിച്ച് ശരീഅത്ത് മാറിക്കൊണ്ടേയിരിക്കുമെന്നാണ്. അത് ജമാഅത്തെ ഇസ്ലാമിയുടെ വാദമാണ് എന്നും ഞാൻ കഴിഞ്ഞ എന്റെ കാസറ്റിലൂടെ പറഞ്ഞതാണ്. അവര് പറയുന്ന ആശയം തെറ്റല്ല എന്നാണോ?
അതുകൊണ്ട് ഇവരുടെ തെരീക്കത്ത് പഴച്ചതാണെന്നല്ലേ പറയേണ്ടത്? ഏതായാലും നല്ലവരാ നാട്ടുകാരെ, ഈ നാട്ടിൽ ആൺകുട്ടികളോട് ഞാൻ പറയുകയാണ്, ഇവരെ തെരീക്കത്ത് ഹക്കാണോ ബാത്തിലാണോ എന്ന് അറിയണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ എന്റെ വെല്ലുവിളി സ്വീകരിക്കാൻ അവരോടൊന്ന് ആവശ്യപ്പെടുക. അവർ തയ്യാറാവുകയില്ല. അവര് പറയുന്നത് ഞങ്ങളെ ഷെയ്ഖിനെ വ്യഭിചാരാരോപണം പറഞ്ഞ ആളാണ് ഈ നല്ലാപ്പ എന്ന് പറയുന്ന ആള്. വ്യഭിചാരാരോപണം ഞാൻ പറഞ്ഞത് തെളിയിക്കേണ്ട നിങ്ങളെ ബാധ്യതയാണ്. എന്റെ സ്ഥാപനത്തില് 2 വണ്ടിയിൽ നിറയെ ആളുകൾ വന്ന് മണിക്കൂറുകളോളം നീണ്ടുനിന്ന ആ ബഹളം 2 വീഡിയോയിൽ നിങ്ങൾ പകർത്തിയതാണ്. അത് മുഴുവനും ഈ സമുദായത്തിന് മുമ്പിൽ തുറന്നു വെക്കുക. അപ്പോൾ കാണാൻ ഞാൻ പറഞ്ഞ വിഷയം എന്താണ്, ഞാൻ പറയേണ്ടി വന്ന വിഷയം എന്താണ്, അതിന്റെ കാരണം എന്താണെന്നൊക്കെ നിങ്ങൾ കേൾക്കാവുന്നതാണ്. ഇന്നുവരെ ആ CD റിലീസ് ചെയ്തിട്ടില്ല. എന്തുകൊണ്ടാണ്? സുബ്ഹാനല്ലാഹ്, അവർക്ക് സാധിക്കയില്ല. അവരെ ഓരോ കള്ളത്തരങ്ങളും അതിൽ വ്യക്തമായി ജനമധ്യത്തില് അത് ബോധ്യമാകുന്നത് കൊണ്ട് തന്നെ അവരത് ഒളിപ്പിച്ചു വച്ചിരിക്കുകയാണ്. എന്നിട്ട് എന്റെ മേൽ ഇതാ ഒരു വക്കീൽ നോട്ടീസ് വന്നിരിക്കുന്നു. എന്റെ മേൽ ഒരു വക്കീൽ നോട്ടീസ്, അത് കഴിഞ്ഞ തവണ വക്കീൽ നോട്ടീസ് വന്നു എന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളൂ. എങ്കിൽ ആ വക്കീൽ നോട്ടീസിൽ എന്താണ്? AI മുത്തുകോയാന്റെ ഒരു മകൻ സുബ്ഹാനല്ലാഹ് അയാൾ എഴുതുകയാണ്, എനിക്കുള്ള വക്കീൽ നോട്ടീസ്. അതിലെന്താ അയാൾ എഴുതിയത്? ഇംഗ്ലീഷിലാണ്. നമ്മൾ പേടിച്ചു പോകുമെന്ന് വിചാരിച്ചിട്ടായിരിക്കും ഇംഗ്ലീഷിൽ. ഞാൻ എന്റെ വക്കീലിനോട് പറഞ്ഞു, നമ്മൾ അവരെ പേടിപ്പിക്കണ്ട, നമ്മൾ മലയാളത്തിൽ തന്നെ തിരിയുന്ന ഭാഷയിൽ എഴുതിയാൽ മതി. ഇംഗ്ലീഷിൽ എഴുതിയിട്ടും ഒരു കൊടുക്കുകയാണ്. എന്നിട്ട് അതിനെ മലയാളത്തിൽ എഴുതുന്ന കേട്ടോളി. നിന്റെ AI മുത്തുകോയ എന്ന് പറയുന്നവരുണ്ടല്ലോ, പഠിക്കടാ. അവൻ ഇവിടെ ഒരുപാട് കുട്ടികളെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാൻ സംസാരിച്ചതാണ്. 5ഓളം പരസ്യമായ വ്യഭിചാരം ഉണ്ടെന്ന് എനിക്കറിയാം. ഇതാണ് ഞങ്ങളുടെ ബാപ്പയെ സംബന്ധിച്ച്, ഞങ്ങളെ ഷേഖിനെ സംബന്ധിച്ച് പറഞ്ഞത്. എന്നിട്ട് ഇതിന്റെ ഫ്രണ്ടിൽ പറയുകയാണ്, എന്റെ പിതാവ് 2 കല്യാണമേ കഴിച്ചിട്ടുള്ളൂ. 1ാമത്തെ കല്യാണത്തിലെ ആ ഭാര്യ മരിച്ചതിന് ശേഷമാണ് എന്റെ ഉമ്മയെ കല്യാണം കഴിച്ചത്. ആകെ 2 ഭാര്യമാരെ ഉള്ളൂ. ഞാൻ പറയട്ടെ, 2 ഭാര്യമാരെ ഉള്ളുവെങ്കിൽ സഫിയ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി നിങ്ങളുടെ ബാപ്പാക്ക് ഉണ്ട് എന്ന് നിങ്ങൾ സമ്മതിച്ച രേഖ ഞാൻ കാണിച്ചു തരാം. ഈ സഫിയ എവിടെ താമസിക്കുന്ന പെണ്ണാണ്? തൃശൂർ ജില്ലയില് കുട്ടമംഗൽ താമസിക്കുന്ന പെണ്ണാണ്. നിങ്ങളുടെ പെങ്ങളായി, നിങ്ങളുടെ ബാപ്പയുടെ മകളായി നിങ്ങൾ അംഗീകരിച്ചുവെങ്കിൽ ആ മകളുടെ ഉമ്മ ആരാണെന്ന് എന്തുകൊണ്ട് പറഞ്ഞില്ല? മാത്രമല്ല, ആകെ നിങ്ങളെ ബാപ്പാക്ക് 2 ഭാര്യമാരല്ലേ ഉള്ളൂ. ആ 2 ഭാര്യമാരും ആന്ധ്രോത്ത് ദ്വീപുകാരാണെങ്കിൽ ആ 2 ഭാര്യ വീട്ടിലും സഫിയ എന്ന് പറയുന്ന ഒരു മകൾ ഇല്ലേ? ഇല്ല. നേരെ മറിച്ച് ഒരു ഭാര്യയുടെ പേര് സഫിയ എന്നാണ്. സഫിയ എന്ന് പറയുന്ന ഒരു കുട്ടി നിങ്ങളുടെ ബാപ്പക്ക് 2 വീട്ടിലും ഇല്ല. ഉണ്ടെങ്കിൽ നിങ്ങൾ തെളിയിക്കേണ്ടതാണ്. മാത്രമല്ല, ഒരു സാമ്പിൾ വെടിക്കെട്ട് മാത്രമാണ്. ഇനി തുടർന്നുള്ള ചോദ്യങ്ങള് ഇൻഷാ അല്ലാഹ് കോടതിയിലാണെങ്കിൽ നേർക്ക് നേരെ കാണാം, ഏത് സദസ്സിൽ വെച്ചാണെങ്കിൽ നേർക്ക് നേരെ കാണാം. എനിക്ക് പറയാനുള്ളത് വ്യക്തിപരമായ വിഷയങ്ങളല്ല, ഇത് നിങ്ങൾ എന്നെ കൊണ്ട് പറയിപ്പിച്ചതാണ്. ഇനിയും എനിക്ക് ഒരുപാട് പറയാനുണ്ടെങ്കിൽ ഞാൻ ആ ടൈമുകൾ രേഖാമൂലം ഞാൻ പറയുന്നതൊന്നും തെളിവില്ലാതെ ഞാൻ പറയുകയില്ല. പക്ഷെ എനിക്ക് പറയാനുള്ളത് വ്യക്തിപരമായ വിഷയങ്ങളല്ല, മറിച്ച് നിങ്ങളെ തെരീക്കത്ത് പിഴച്ചതാണ് എന്ന് ഞാൻ പറഞ്ഞു. അല്ലെങ്കിൽ നിങ്ങളത് സ്ഥാപിക്കുക. നിങ്ങളത് സ്ഥാപിച്ചാൽ അത് അംഗീകരിക്കാൻ പറ്റുന്ന തെളിവുകളാണെങ്കിൽ ഞാൻ അംഗീകരിക്കും, ഞാൻ വാശി പിടിക്കില്ല. ഞാൻ പലതവണയും ആവർത്തിച്ചതാണ്, ഞാൻ തൗബ ചെയ്യാനും ഞാൻ കേടിച്ചു മടങ്ങാനും അതിനുവേണ്ടി ഞാൻ മാപ്പ് ചോദിക്കാനും തയ്യാറാണെന്ന് ഫോണിലൂടെ പറഞ്ഞിട്ടുണ്ട്, എന്റെ കാസറ്റിലൂടെ പറഞ്ഞിട്ടുണ്ട്. പല വ്യക്തികൾക്കും അറിയുന്ന ഒരു സത്യമാണ്. നിങ്ങൾക്ക് പിന്നെ എന്താ പേടി? ഇനി നിങ്ങളെ ബാപ്പയെ സംബന്ധിച്ച് വ്യഭിചാരാരോപണം ആരെങ്കിലും പറഞ്ഞുവെങ്കിൽ അത് ആരോപണമാണോ യാഥാർത്ഥ്യമാണോ എന്നറിയണമെങ്കിൽ നേർക്ക് നേരെ ഇരിക്കുക. മാത്രമല്ല, ഒരു വ്യഭിചാരത്തെക്കാളും ഏറ്റവും അബദ്ധമാണ് നിങ്ങളെ പിഴവിനെ സംബന്ധിച്ച് പറയുമ്പോൾ. കാരണം വ്യഭിചാരമാണ് നടന്നിട്ടുണ്ടെങ്കിൽ തന്നെ അത് തൗബ ചെയ്താൽ മാറാവുന്ന വിഷയമാണ്. പക്ഷെ പിഴവുകൾ നിലനിൽക്കുന്നുവെങ്കിൽ ചിലപ്പോൾ ഈമാനില്ലാതെ മരിക്കാൻ, ചിലപ്പോൾ പിഴവിന് ആഴം കൂടുതലാണെങ്കിൽ കാഫിറായി മരിക്കാൻ അത് കാരണമായി പോകുമെങ്കിൽ വ്യഭിചാരത്തെക്കാളും വലിയ ആരോപണമാണ് കുഫ്രിയത്ത് കൊണ്ടും ലലാലത്ത് കൊണ്ടും അല്ലെങ്കിൽ പിഴവുകളെ കൊണ്ട് പറയുന്നത്. അത് നിങ്ങൾക്ക് പറ്റും. ജസീരി പറയുകയാണ്, എനിക്കതൊന്നുമല്ല വിഷയം. യഖീദ്ദീനോട് പറഞ്ഞതായി കാണാൻ കപ്പലിൽ വെച്ചിട്ട്, എനിക്കതൊന്നുമല്ല വിഷയം. മൂപ്പർക്ക് വ്യഭിചാരാരോപണം ഒന്നുമല്ല വിഷയമുള്ളത്. മൂപ്പര വിഷയം എവിടെയാണ്? ഞങ്ങളെ ഷെയ്ഖന്മാരിൽ ഒരു ഷെയ്ഖിനെ കൊലയാളിയാണെന്നല്ലപ്പ വിളിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആ നല്ലാപ്പയുമായി ഞങ്ങൾ ചർച്ചക്കില്ല. കൊലയാളിയാണെന്ന് ജസീരി ഞാൻ വിളിച്ചതല്ല. പച്ച മലയാളത്തിൽ നിങ്ങളെ മാസികയില്, നിങ്ങളെ സുവനീറില് നിങ്ങൾ എഴുതി വച്ചത് ഞാൻ അങ്ങ് വായിച്ചതാണ്. അല്ലെങ്കിൽ അല്ലാതെ നിങ്ങൾ പറയൂ
ഞങ്ങളെ മാസികയിൽ അങ്ങനെ ഇല്ല, സുവനീറിൽ അങ്ങനെ ഇല്ല, ഉള്ളത് ഇങ്ങനെയാണ്, ഇതങ്ങനെ കൊന്നിട്ടുണ്ടെങ്കിൽ തന്നെ അതിന്റെ കാരണം ഇന്നതാണ്. നിങ്ങളൊന്ന് പറയൂ, നമുക്ക് അത്രേ പറയാനുള്ളൂ. നിങ്ങളെ മേൽ ആരോപണം പറയേണ്ട ആവശ്യമില്ല. നിങ്ങളെ ഷെയ്ഖ് 2 കുട്ടിയെ കൊന്നത് അത് യഥാർത്ഥത്തില് അത് കൊല്ലാൻ കാരണം ശറഅ് നിശ്ചയിക്കുന്ന രൂപത്തിലാണെങ്കിൽ ഞാൻ അതിന് മാപ്പ് പറയാൻ തയ്യാറാണ്. എനിക്ക് പറയാനുള്ളത്, നിങ്ങളെ തരീഖത്ത് ഹക്കാണെങ്കിൽ മുഖാമുഖം ഇരിക്കാൻ നിങ്ങൾ തയ്യാറുണ്ടോ? ഈ തരീഖത്തിനെ ഇവിടെ വളർത്തിയത്, ശംസിയ തരീഖത്തിനെ മറ്റുള്ള ഏത് തരീഖത്തിനെ വളർത്തിയതും അവർക്കെല്ലാം പാട്ടും മാലയും ഉണ്ടാക്കാൻ എല്ലാ സൂചനകളും കൊടുത്തത് എവിടെ നിന്നെന്ന് ചോദിച്ചാൽ അതിനെ ഒന്ന് നേർക്ക് നേരെ മുഖാമുഖം ഒന്ന് ചർച്ച കിട്ടിയാൽ അപ്പടറിയാം. ഒരുപാട് രേഖകൾ വെച്ച് നോക്കിയാൽ എവിടെ നിന്നാണ് ഇതിന്റെ ഉത്ഭവം എന്ന് അറിയാവുന്നതാണ്. നാട്ടുകാർ ഇത് മുഴുവൻ മനസ്സിലാക്കേണ്ട സത്യങ്ങളാണ്. മാത്രമല്ല, ഇന്ന് KP കോയ എന്ന് പറയുന്ന ഇവരുടെ ഇപ്പോഴത്തെ ഷെയ്ഖ്, ആ ഷെയ്ഖ് അടക്കമുള്ളവര് സമസ്തയുടെ ഉലമാക്കളുടെ അടുക്കലേക്ക് പോയി ഇവരെ തരീഖത്തിനെ സംബന്ധിച്ച് അന്വേഷിക്കാൻ. അപ്പോൾ സമസ്തയുടെ ഉലമാക്കൾ പറഞ്ഞിട്ടുണ്ടാ, ശംസിയ തരീഖത്ത് മാത്രമല്ലല്ലോ പുരികം നോക്കികളും അവിടെ ഇല്ലേ എന്ന് പറഞ്ഞപ്പോൾ KP കോയ എന്തുകൊണ്ട് മിണ്ടാതിരുന്നു? അന്നെന്തേ നിങ്ങൾ നാമന്റെ ഇറങ്ങിപ്പോയോ? പിന്നീട് കേട്ടതെന്താ, ബഹുമാനപ്പെട്ട ശംസുല്ലമയെ വിറപ്പിച്ചു, ശംസുല്ലമയെ മുട്ടുകുത്തിച്ചു. ആരാ? ഈ KP കോയ. 8 ഞാനുമായിട്ട് ചർച്ചക്കൊന്നും അയാൾക്ക് പോയിട്ട് അയാളെ ശിഷ്യന്മാർക്ക് പോലും പേടിയുണ്ടെങ്കിൽ പിന്നെയാണോ ശംസുല്ലമയെ മുട്ടുകുത്തിക്കാൻ പോയത്? ആ മുട്ടുകുത്തി ശംസുല്ലമ ദ്വീപിൽ വന്നിട്ട് എന്താ പറഞ്ഞത്? 1 നമ്പർ മൂർഖം പാമ്പ് എന്നാണ് പറഞ്ഞത്. കള്ളത്തരങ്ങളും കളവുകളും പറയലാണ്. ശംസിയ തരീഖത്ത് പിഴച്ചതാണ് എന്ന നിങ്ങളുടെ ഫത്വക്ക് സാക്ഷിയായിക്കൊണ്ട് ബഹുമാനപ്പെട്ട കണ്യത്ത് ഉസ്താദിനെ കണ്ട് പേരെഴുതി ഒപ്പിടിച്ചു. അതോടൊപ്പം നിങ്ങൾ പിന്നെ പോയത് CM വലിയുള്ളാന്റെ അടുക്കലേക്കാണ്. CM വലിയുള്ള നിങ്ങൾ എന്താ പറഞ്ഞത്? നാട്ടിൽ സാക്ഷികളുണ്ട്. നിങ്ങൾ അവിടെ ചെന്നപ്പോൾ അവിടെ ഒരു കോഴിക്കോട്ടുകാരൻ ബാക്കവി എവിടെയുണ്ട്? CM വലിയുള്ള എന്താ പറഞ്ഞത്? എന്തിനാണ് KP കോയ അത് മറച്ചു വെക്കുന്നത്? അന്ന് എന്താണ് CM വലിയുള്ള പറഞ്ഞതെന്ന് പറയുക. അത് സംബന്ധമായി നാട്ടുകാർ സാക്ഷികൾ വന്ന് കോയോട് പറഞ്ഞപ്പോ KP കോയ എന്താ പറഞ്ഞത്? CM വലിയുള്ള അയാൾ സുഖമില്ലാത്ത ആളാണ്, അയാൾ പലതും പറയുന്ന ആളാണ്. ഇപ്പോൾ CM വലിയുള്ള വലിയ മഹാനായി പറയുകയാണ്. എന്തിന്? ബഹുമാനപ്പെട്ട CM വലിയുള്ളാനെ അംഗീകരിക്കുന്നവരെ കയ്യിൽ കിട്ടാൻ. എറണാകുളം ജില്ലയില് ബഹുമാനപ്പെട്ട CM വലിയുള്ള ഇടങ്ങളെ പേരില് ഒരുപാട് മജ്ലിസുകളുണ്ട്. അവരൊക്കെ കയ്യിൽ കിട്ടാൻ CM വലിയുള്ള വലിയൊരു മഹാനാണ്. ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ ഇർഫാൻ മാസിക ഇറങ്ങാൻ തുടങ്ങിയിട്ട് എത്ര കൊല്ലമായി? ഈ കൊല്ലത്തിനിടയിൽ എന്നെങ്കിലും ഈ CM വലിയുള്ളാന്റെ മദ്ഹ് എവിടെയെങ്കിലും പറഞ്ഞതായി തെളിയിക്കാൻ നിങ്ങളെ കൊണ്ട് പറ്റുമോ? ഇന്ന് SSF-കാരാണ്, SYS-കാരാണ് എന്നൊക്കെ പറഞ്ഞ് രംഗത്ത് വരുന്നവരെ നിങ്ങളെ ഷെയ്ഖന്മാരിൽ ഏതെങ്കിലും ഒരു ഷെയ്ഖന് SYS-ന്റെ മെമ്പർഷിപ്പ് എന്നെങ്കിലും ഉള്ളതായി തെളിയിക്കാൻ നിങ്ങൾക്ക് പറ്റുമോ? നിങ്ങളെ ഒരൊറ്റ ഷെയ്ഖന്മാരും SYS-ന്റെ മെമ്പർഷിപ്പ് എടുത്തിട്ടില്ല. സമസ്തയുടെ ഒരു സംഘടന മെമ്പർഷിപ്പ് നിങ്ങളെ ഷെയ്ഖന്മാർക്ക് ഉണ്ടായിട്ടില്ല. ഇന്ന് വലിയ SSF-ഉം SYS-ഉം AP-കാരുമായി രംഗത്ത് വന്നുവെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അതെല്ലാം കാന്തപുരം ഉസ്താദിന്റെ കറാമത്തായിട്ടാണ് ഞാൻ കാണുന്നത്. നടക്കട്ടെ. തമ്മാടികളാ ജനങ്ങളെ കൊണ്ട് അള്ളാഹു ഈ മതത്തിനെ ശക്തിപ്പെടുത്തുമെന്ന് പറഞ്ഞുവെങ്കിൽ ചിലപ്പോൾ കള്ളത്തരീക്കത്തുകാരെ കൊണ്ടും ചിലപ്പോൾ സുന്നത്തി ജമാഅത്തിനെ അള്ളാഹു ശക്തിപ്പെടുത്തിയേക്കാം. നിങ്ങൾ പ്രചരിപ്പിക്കുക, നമുക്ക് സന്തോഷമേ ഉള്ളൂ. അൽഹംദുലില്ലാഹ്, മാറരുത്. നിങ്ങൾക്കെതിരെ സമസ്ത കേരള ജമിയത്തുൽ ഉലമ ശബ്ദിക്കുമ്പോൾ അന്നും നിങ്ങൾ SSF-ഉം SYS-ഉമാകണം. അന്ന് നിങ്ങൾ മാറിപ്പോകരുത്. അന്ന് കാന്തപുരം ഉസ്താദ് നിങ്ങൾ കുറ്റം പറയരുത്, പേരോട് ഉസ്താദിനെ കുറ്റം പറയരുത്, ഞങ്ങളെ ഉലമാക്കൾ നിങ്ങൾ കുറ്റം പറയരുത്. അൽഹംദുലില്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല റൂഹ് തരുന്ന കാലത്തോളം ഞാൻ ഈ തരീഖത്തിനെ എതിർക്കുക തന്നെ ചെയ്യും. എന്നെ കൊണ്ട് സാധിക്കുന്ന രൂപത്തിലെല്ലാം ഇൻഷാ അല്ലാഹ് ഈ തരീഖത്ത് പിഴച്ചതാണെന്ന് ജനമധ്യത്തിൽ വിളിച്ചു പറയാൻ ഞാൻ തയ്യാറാകും. നേരെ മറിച്ച് ആ തരീഖത്തുകാര് എന്റെ മേൽ എന്തെല്ലാം ആരോപണങ്ങൾ കെട്ടിച്ചമച്ചാലും എന്തെല്ലാവരും പറഞ്ഞുണ്ടാക്കിയാലും അതിലൊന്നും ഞാൻ കുലുകുമെന്നോ വീണുപോകുമെന്നോ അവർ വിചാരിക്കണ്ട. എന്റെ റൂഹുള്ള കാലത്തോളം, എനിക്ക് ആരോഗ്യമാഫിയത്ത് റബ്ബ് തരുന്ന കാലത്തോളം, എന്റെ ജീവൻ നിൽക്കുന്ന കാലത്തോളം, ഇത് ഹക്കാണെന്ന് എന്റെ മുമ്പിൽ തെളിയിക്കാത്ത കാലത്തോളം ഈ തരീഖത്ത് പിഴച്ചതാണെന്നുള്ള സത്യം ജനങ്ങളെ മുമ്പിൽ എനിക്ക് സാധിക്കുന്ന രൂപത്തിൽ ഞാൻ പ്രചരിപ്പിക്കും ഇൻഷാ അല്ലാഹ്. യഥാർത്ഥത്തിൽ ഈ തരീഖത്ത് എന്ന് പറയുന്ന ഈ പ്രസ്ഥാനം, അതിലൊരു മനുഷ്യൻ മെമ്പർ ആവുക എന്നത് നിർബന്ധമാണ് എന്നെല്ലാം ഇവിടെ എഴുതി പിടിപ്പിച്ചതായി കാണാവുന്നതാണ്. എങ്കിൽ അതൊരു നിർബന്ധവുമില്ല. ഒരു തരീഖത്തിൽ മെമ്പർ ആവുക എന്നത് നിർബന്ധത്തിൽ പെട്ടതേ അല്ല. ആർക്കെങ്കിലും വേണമെങ്കിൽ ആകാവുന്നതാണ്. അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട സൈനുദ്ദീൻ മഖ്ദൂം തങ്ങൾ നമ്മൾ അതിക്കിലൂടെ അതാ പഠിപ്പിക്കുന്നു, ഔലിയാക്കന്മാരുടെ റൂട്ടിൽ സഞ്ചരിക്കാൻ ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ, ഉദ്ദേശമുണ്ടെങ്കിൽ
വൽയഹ്ഫദൻ ഹാദൽ വസായ അമില. ഞാൻ പറയാൻ പോകുന്ന വസിയത്തുകൾ ശ്രദ്ധിച്ച് പാലിച്ചാൽ അവൻ ആ റൂട്ടിലൂടെ സഞ്ചരിക്കാവുന്നതാണ്. അങ്ങനെ ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ ചെയ്താൽ മതി. അല്ലാതെ എല്ലാവരും ഷെയ്ഖാവണം, എല്ലാവരും മുരീദാവണം, അല്ലെങ്കിൽ എല്ലാവരും തരീഖത്തിന് മെമ്പറാവണം, എല്ലാവരും ഔലിയാക്കന്മാരാവണം, അങ്ങനെ ഒന്നും പരിശുദ്ധമായ ഇസ്ലാമിൽ നിർബന്ധമായി പഠിപ്പിക്കുന്നില്ല. വേണമെങ്കിൽ ആകാം, പക്ഷെ ആകുമ്പോൾ അവന്റെ ഷെയ്ഖാരായിരിക്കണം എന്ന വിഷയങ്ങളെല്ലാം പണ്ഡിതന്മാരിൽ നിന്ന് പഠിക്കേണ്ടതാണ്. ആരെങ്കിലും പറയുമ്പോൾ എന്റെ ഷെയ്ഖ് കുത്തുബാണ്, ഗൗസാണ് എന്ന് പറഞ്ഞത് കൊണ്ട് കുത്തുബും ഗൗസുമാവില്ല. കുത്തുബാകാൻ, ഗൗസാകാൻ, ഫർദുൽ ജാമിയാൻ, അൽ ഇമാം ദായിറത്തുൽ വജൂദാകാൻ, അതിനെല്ലാം ചില ഷർത്തുകളും ഫർദുകളും ഉണ്ട്. അത് ഒത്തിണങ്ങണം. അത് ഒത്തിണങ്ങാത്ത കാലത്തോളം അതിന് അവൻ അർഹനല്ല. നിങ്ങളുടെ മുത്തുകോയ ഈ പറയുന്ന വിശേഷണങ്ങൾക്കൊക്കെ ഒരിക്കലും ഒത്തിണങ്ങിയ വ്യക്തിയെ അല്ല എന്ന് തെളിയിക്കാൻ ഞങ്ങളെ കൊണ്ട് സാധിക്കും. അതല്ലാൻ നിങ്ങൾക്ക് പാഠമുണ്ടെങ്കിൽ നേർക്ക് നേരെ സംസാരിക്കാൻ ഏതെങ്കിലും വേദി ഒരുക്കുകയാണെങ്കിൽ അപ്പോൾ ബോധ്യമാകുന്നതാണ്. ആയതിനാൽ ഞാൻ പറയട്ടെ, തരീഖത്ത് സ്വീകരിക്കുക, തരീഖത്തിന്റെ മെമ്പറാവുക, ഷെയ്ഖും മുരീദാ ജീവിക്കുക, അതൊന്നും നിർബന്ധമുള്ള കാര്യമേ അല്ല. അങ്ങനെ ആർക്കെങ്കിലും വല്ല താല്പര്യമുണ്ടെങ്കിൽ ആ മേഖലയിലേക്ക് കടക്കാവുന്നതാണ്. കടക്കുമ്പോൾ 100 കൂട്ടം കാര്യങ്ങൾ ചിന്തിക്കാനുണ്ട്. അവന്റെ ഷെയ്ഖിനെ കുറിച്ച് ചിന്തിക്കണം, കടക്കുന്ന മുരീദാകുന്ന നിന്നെ കുറിച്ചും നീ ചിന്തിക്കാനുള്ളതാണ്. നീ അതിൽ അർഹനായിട്ടുണ്ടോ, അർഹനാകാൻ പ്രാപ്തനാണോ, അങ്ങനെയൊക്കെ ചിന്തിച്ച് നിന്റെ തെറ്റുകുറ്റങ്ങളിലെല്ലാം നീ തൗബ ചെയ്ത് മടങ്ങി വല്ല ഇബാദത്തുകളും കടമുണ്ടെങ്കിൽ അത് മുഴുവനും കടം വീട്ടി, കലാ വീട്ടി, മുഴുവനും കടം വീട്ടി അങ്ങനെ ഒരു നല്ലൊരു ശരീഅത്തുകാരനായി ജീവിക്കാൻ വേണ്ടി പരിശ്രമിക്കുക. ആ പരിശ്രമത്തിന്റെ ഇടയിൽ നല്ല ഒത്തതായ ഒരു ഷെയ്ഖിനെ കിട്ടിയാൽ ആ ഷെയ്ഖിനെ പിൻപറ്റാൻ നോക്കുക. അല്ല, നല്ല കാമില ഷെയ്ഖിനെ കിട്ടാതെ വന്നാൽ, അങ്ങനത്തെ ഒരു സാഹചര്യം വന്നുപോയാൽ അപ്പോൾ എന്താ ചെയ്യേണ്ടത്? അപ്പോൾ ഏതായാലും തബറുക്കിന്റെ ഷെയ്ഖന്മാരുണ്ട്. ആ തബറുക്കിന്റെ ഷെയ്ഖന്മാർ പോലും ഈ കാലഘട്ടത്തിൽ വളരെ കുറവാണെന്ന് ബഹുമാനപ്പെട്ട എ.പി. ഉസ്താദ് തരീഖത്ത് എന്ന് പറയുന്ന പുസ്തകത്തിൽ എഴുതുന്നതായി കാണാം. തബറുക്കിന്റെ ഷെയ്ഖന്മാർ പോലും ഈ കാലഘട്ടത്തിൽ കുറവുള്ള കാലഘട്ടമാണ് ഈ കാലഘട്ടം എന്ന് പറഞ്ഞാൽ. ആയതിനാൽ വളരെ സൂക്ഷിക്കുക. നമ്മൾ എന്തിനാ അപകടത്തിൽ പോയി ചെന്ന് ചാടുന്നത്? അതുകൊണ്ടല്ലേ മഹാന്മാര് പഠിപ്പിക്കുന്നത് കള്ള തരീഖത്തിൽ മെമ്പറാകുന്നതിനേക്കാളും നല്ലത് കള്ള് കുടിക്കലും വ്യഭിചരിക്കലുമാണ് എന്ന് പറഞ്ഞാൽ, കള്ള് കുടിക്കാനും വ്യഭിചരിക്കാൻ ലൈസൻസ് തരികയല്ല. കള്ള് കുടിച്ചത് കൊണ്ടോ വ്യഭിചരിച്ചത് കൊണ്ടോ ഒരാൾ കാഫിറായി പോവുകയില്ല. നേരെ മറിച്ച് കള്ള തരീഖത്തിന് മെമ്പറായി പോയാൽ ചിലപ്പോൾ അവരെ ആശയങ്ങളും ആദർശങ്ങളും നമ്മളെ കുഫ്രിയത്തിന്റെ ഭാവിയിലേക്ക് എത്തിക്കുന്ന ചില വിഷയങ്ങളായി പോകുന്നതാണ്. അത് വളരെ സൂക്ഷിക്കേണ്ടതാണ് എന്ന് മഹാന്മാർ ഗൗരവത്തോടുകൂടെ നമ്മളെ പഠിപ്പിച്ചതാണ്. നമ്മളെ ഷെയ്ഖിന് നല്ല അറിവുണ്ടാവണം. ഏത് വിഷയത്തിലും അറിവുള്ള ആളായിരിക്കണം. അറിവില്ലാത്ത ആളെയല്ല ഏതെങ്കിലും പാട്ടുകാരനെയോ ഏതെങ്കിലും ഖസാസിനെയോ പിടിച്ചുകൊണ്ട് ഷെയ്ഖാക്കലല്ല വേണ്ടത്. നേരെ മറിച്ചുകൊണ്ട് അതിൽ കഴിവുള്ള വ്യക്തിയായിരിക്കണം. കുറെ അറബി മലയാളത്തിൽ കുറെ കാര്യം വാരി വലിച്ച് എഴുതി അത് ബുക്ക് രൂപത്തിലാക്കിയത് കൊണ്ടൊന്നും അത് അസ്റാൽ മുഹഖിഖൻ എന്ന് പേരിട്ടാലും അതൊന്നും അംഗീകരിക്കപ്പെടാൻ പറ്റുന്ന വലിയ ഗ്രന്ഥങ്ങളോ പ്രമാണങ്ങളോ അല്ല. മുത്തിനെ സംബന്ധിച്ചിടത്തോളം പരിശുദ്ധമായ ഖുർആനെ വ്യാഖ്യാനിക്കാൻ അയാൾക്കൊരു അവകാശവുമില്ല. നിലവിലുള്ള കെ.പി. കോയെ സംബന്ധിച്ചിടത്തോളം ഖുർആനെ വ്യാഖ്യാനിക്കാൻ കഴിവുള്ള വ്യക്തിയെ അല്ല. സ്വന്തമായി ആരെങ്കിലും തന്റെ അഭിപ്രായം ഖുർആന്റെ ഏതെങ്കിലും ആയത്തിൽ പറഞ്ഞാൽ അത് പിഴവാണ്. ചിലപ്പോൾ അവർ പറഞ്ഞതായിരിക്കുന്ന അർത്ഥം യോജിച്ചാൽ പോലും യഥാർത്ഥത്തിൽ പിഴച്ചവരാണ് എന്ന് വരെ മഹാന്മാർ പഠിപ്പിക്കുന്നതായി കാണാവുന്നതാണ്. അത് സംബന്ധമായി മഹാന്മാര് പറയുന്നത് നോക്കിയാൽ നമുക്ക് വളരെ വ്യക്തമായി കാണാവുന്നതാണ്. അഥവാ ഖുർആനിൽ സ്വന്തം അഭിപ്രായം പറയാൻ പാടില്ല. ഈ സ്വന്തം അഭിപ്രായം പറയാൻ പാടില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞ അഭിപ്രായം, നമ്മൾ പറഞ്ഞ അർത്ഥം അതിനോട് യോജിക്കുന്നുവെങ്കിൽ പോലും ലാ തഖുൽ ഫിൽ ഖുർആനി ബിറഹീക, മുത്തേ നിങ്ങളെ സ്വന്തം അഭിപ്രായം ഖുർആനെ സംബന്ധിച്ച് പറയാൻ നിങ്ങൾ അർഹനല്ല, പറയാൻ പറ്റൂല, നിങ്ങൾ പറയാൻ പാടില്ല. കാരണം എന്താ? നിങ്ങൾ അതിന് അർഹനല്ല. അത് പറയേണ്ടതാരാ? അത് പറയാൻ കെൽപ്പുള്ള മഹാന്മാരൊക്കെ കഴിഞ്ഞുപോയി. ആ കഴിഞ്ഞുപോയ മഹാന്മാർ നിങ്ങൾ 40-45 കൊല്ലമായിട്ടുള്ള ലോകത്തോട് ഇവിടെ പറഞ്ഞിട്ട് നിങ്ങൾ അതിന് അർഹനെ അല്ല. നിങ്ങൾ പറയുന്നതൊക്കെ നിങ്ങളുടെ സ്വന്തം അഭിപ്രായമാണ്. നിന്റെ സ്വന്തം അഭിപ്രായം ഖുർആനിൽ പറയാൻ പാടില്ല. ഇനി ആരെങ്കിലും ഒരു വ്യക്തി എങ്ങാനും ഒരു അഭിപ്രായം പറഞ്ഞു, ആ അഭിപ്രായം ഖുർആന്റെ ആയത്തിനോട് അതിന്റെ വിശദീകരണത്തിന് യോജിക്കുന്നുവെങ്കിൽ പോലും അവൻ ചെയ്തത് പിഴവാണ്, തെറ്റാണ്. എന്തുകൊണ്ടാ?
അതുകൊണ്ടാണ് ഉദാഹരണത്തിന് ഞാൻ ഇപ്പോൾ ഡോക്ടറല്ല, വയറുവേദനയാന്ന് പറഞ്ഞ് രോഗി അടുക്കൽ വന്നു, ഞാൻ ഡോക്ടറല്ല, ഞാൻ ഡോക്ടറിന്റെ ഡിഗ്രി എടുത്തിട്ടില്ല, ഞാൻ ഡോക്ടറിന് വേണ്ടി പഠിച്ചിട്ടില്ല, പക്ഷേ എനിക്ക് രോഗമറിയാം, എനിക്ക് ചികിത്സിക്കാൻ അറിയാം, എനിക്ക് ഓപ്പറേഷൻ ചെയ്യാനുള്ള അറിയാം, എന്നാൽ പോലും ഡോക്ടറിന്റെ ബിരുദമില്ലാത്ത ഞാൻ എങ്ങാനും ആ രോഗി ഓപ്പറേഷൻ ചെയ്താൽ, ആ രോഗിയുടെ രോഗം സുഖപ്പെട്ടാൽ പോലും, ആ രോഗിക്ക് ഒരു പ്രശ്നമില്ലെങ്കിൽ പോലും എന്നെ അറസ്റ്റ് ചെയ്യും, യാതൊരു തർക്കവുമില്ല. എന്തുകൊണ്ട്? ഞാൻ അതിന് അർഹനല്ലാത്തത് കൊണ്ട്, ചെയ്തത് ശരിയാവില്ല എന്നുള്ളതല്ല എന്ന് പറഞ്ഞതുപോലെ പരിശുദ്ധ ഖുർആനെ വ്യാഖ്യാനം പറയാൻ മുത്തുപോയ ആരുമല്ല, രണ്ടാമത്തെ മുത്തും ആരുമല്ല, ഇപ്പോഴുള്ള KP കോയും ആരുമല്ല, ഇവരെല്ലാവരും വലിയ ഷെയ്ഖായി പറയുന്ന കോട്ടാർ ഷെയ്ഖുമാരുമല്ല, അവർ സൂഫി ഷെയ്ഖുമാരുമല്ല. അതുകൊണ്ട് തന്നെ അവർ ഖുർആൻ എങ്ങാനും വ്യാഖ്യാനം പറഞ്ഞാൽ അത് സ്വന്തം അഭിപ്രായമാണ്. സ്വന്തം അഭിപ്രായം പറയൽ അത് പിഴവാണ്. ഇവരെ ത്വരീഖത്തിന്റെ പിഴവിന്റെ കൂട്ടത്തിൽ അതും പറയേണ്ടതാണ്. കാരണം ഇവരെ ധാരണ എന്ന് പറഞ്ഞാൽ ഇവർക്ക് സ്വന്തമായി ഖുർആന്റെ വ്യാഖ്യാനം പറയാൻ പറ്റുന്നവർ എന്നാണ്. അതുകൊണ്ടാണ് അശ്റാറിന്റെ തുടക്കത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, യഥാർത്ഥമായ ഹഖീഖിയായ മുർഷിദ് എന്ന് പറഞ്ഞാൽ ഖുർആൻ തിരിയുന്നവർ അവരായിരിക്കും, ഖുർആൻ യഥാർത്ഥ അർത്ഥം പറയാൻ അവർക്കേ പറ്റുകയുള്ളൂ എന്നെല്ലാം അശ്റാറിന്റെ തുടക്കത്തിൽ പറഞ്ഞത് ഞാൻ മുൻ കാസറ്റുകളിൽ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ പറഞ്ഞുണ്ടാക്കി വെച്ചു. എന്നിട്ട് അതിന്റെ പുറകെ ആര് പൂർത്തീകരിക്കുകയാണ്? എം മുത്തുകോയ വന്നപ്പോൾ ഒന്നുകൂടെ പൂർത്തീകരിക്കുകയാണ്. അതിനുശേഷം വന്ന KP കോയ വീണ്ടും തന്റെ വന്യരായ പിതാവെന്ന് പറഞ്ഞ് ഒന്നുകൂടെ അതിനെ വ്യാഖ്യാനിക്കുകയാണ്. ശിഷ്യന്മാര് അതാ പല മാസികളും ഇറക്കുകയാണ്. ഈ രൂപത്തില് അവരെ ഷെയ്ഖ് വലുതാണ് വലുതാണ് വലുതാണെന്ന് പറഞ്ഞ് സുബ്ഹാനല്ലാഹ് എത്രത്തോളം എത്തിക്കുകയാണ്? വലിയ മുറബ്ബിയ, കാമിലായ മുറബ്ബിയ ഷെയ്ഖിന്റെ സ്ഥാനത്ത് കൊണ്ടുപോയി ഇരുത്തി. അതുകൊണ്ടും പോരാ, അൽ ഫർദുൽ ജാമിയാക്കി, അൽ ഇമാം ദായിറത്തുൽ വുജൂദ് എന്ന് വരെ ആ ഷെയ്ഖിനെ കൊണ്ടുപോയി എത്തിക്കുകയാണ്. ഈ രൂപത്തിലാണ് അവരെ ഷെയ്ഖന്മാരെ അവർ പുകഴ്ത്തുന്നതെങ്കിൽ അത് മുഴുവനും പിഴവിന്റെ ബാബുകളാണ്. ഹഖീഖിയായ മുർഷിദിന്റെ ചില വചനങ്ങള്, ഹഖീഖിയായ മുർഷിദിന്റെ വാക്കുകള്, അല്ലെങ്കിൽ ഉലുൽ അംറി എന്ന് പറയപ്പെടുന്ന യഥാർത്ഥ ഷെയ്ഖന്മാരുടെ അങ്ങനെയുള്ള പ്രയോഗങ്ങള്, ആ പ്രയോഗങ്ങൾ നടത്താൻ AI മുത്തുകോയ അർഹനല്ല, അയാളുടെ ഖലീഫമാർ അർഹനല്ല, അയാള് വലിയ ഷെയ്ഖാന്റെ കോട്ടാരം അതിന് അർഹനല്ല. കാരണം എന്താണ്? യഥാർത്ഥമായ ഒരു ഹഖീഖിയായ മുർഷിദാകുമ്പോ തന്നെ അയാൾ ഒന്നുകിൽ മുജ്തഹിദായിരിക്കണം, അല്ലെങ്കിൽ മുജ്തഹിദാകാൻ കെൽപ്പുള്ള, കഴിവുള്ള, പ്രാപ്തനായ ഒരാളായി മാറണം. വലിയ ഇൽമിന്റെ ഉടമസ്ഥനാകണം. വലിയ ഇൽമ് വേണ്ട, ചെറിയ ഇൽമൊക്കെ മതിയെന്നൊക്കെ പൊന്മളസ്ഥാന ബുക്കിനൊക്കെ മറുപടി എഴുതിയെങ്കിലും അവർ അതിൽ തന്നെ പറയുന്നതായി കാണാം. വലിയ ഇൽമു വേണമെന്ന് പറഞ്ഞാൽ കമാലിയത്തിന്റെ വിശദീകരണമാണ് അത് പറഞ്ഞത്. അതന്നെയാണ് മോനെ, കമാലിയത്തിന്റെ വിശദീകരണം തന്നെയാണ് പറഞ്ഞത്. കാമില ഷെയ്ഖാകണമെങ്കിൽ, ഹഖീഖിയ ഷെയ്ഖാകണമെങ്കിൽ നിങ്ങളുടെ ഷെയ്ഖിന്റെ കവിതകൾ മാത്രം പറ്റൂല, നിങ്ങളുടെ ഷെയ്ഖിന് ഏതെങ്കിലും കഥാപ്രസംഗങ്ങൾ പറ്റൂല, അത് വലിയ ആലിമ തന്നെ ആയിരിക്കേണ്ടതാണ്. അതുകൊണ്ട് തന്നെ മഹാന്മാര് പറയുന്നു, വലിയ ആലിമാണെന്ന് ആർക്കെങ്കിലും വാദമുണ്ടെങ്കിൽ, മുജ്തഹിദാണെന്ന് ആർക്കെങ്കിലും വാദമുണ്ടെങ്കിൽ അയാളോട് ഒരു മസ്അല ഉണ്ടാക്കാൻ പറയുക, അപ്പോൾ അയാൾ കുടുങ്ങുന്നതായി കാണാം. ഇമാം ഷഹറാനി തങ്ങളെ പോലെയുള്ള മഹാന്മാരാരോ അത് പറഞ്ഞതായി നമുക്ക് കാണാവുന്നതാണ്. എന്താണ്? അങ്ങനെ ആരെങ്കിലും ഞാൻ വലിയ ഒരു ആലിമാണ്, എനിക്ക് ഖുർആൻ നേർക്ക് നേരെ തിരിയുന്നവനാണ്, ഹദീസ് നേർക്ക് നേരെ തിരിയുന്നവനാണ് എന്നാർക്കെങ്കിലും വാദമുണ്ടെങ്കിൽ ഒരു മസ്അല അഥവാ ഇമ്മത്ത് മുജ്തഹിദ് കണ്ടുപിടിക്കാത്ത ഒരു പുതിയൊരു മസ്അല ഉണ്ടാക്കാൻ പറഞ്ഞാൽ അപ്പോൾ അയാൾ കുടുങ്ങുന്നതായി കാണാം. എങ്കിൽ കുന്നത്തേരി ഷെയ്ഖ് അവിടെ ഒന്നും കുടുങ്ങൂല. കാരണം എന്താ? അയാൾ പുതിയ മസ്അല തന്നെ ഉണ്ടാക്കിയ ആളാണ്. ഏടാ പുതിയ മസ്അല? വാജിബാത്ത് മാലയുടെ 15ാമത്തെ പേജ് നോക്കൂ. ഓനോം ഫർലാക്കിയ കുളി കുളിക്കുമ്പോൾ നിങ്ങൾ കുല്ലും തലയിൽ എണ്ണ തേച്ചുകൊണ്ടാണ് പോക്ക്, കൂറും അതേറ്റവും തെറ്റായ ഒന്നാണ്. സുബ്ഹാനല്ലാഹ്. അഥവാ ജനാബത്ത് കുളിക്കാൻ പോകുന്ന, ഹൈൽ കുളിക്കാൻ പോകുന്ന, അല്ലെങ്കിൽ പ്രസവകാരിയായ പെണ്ണ് കുളിക്കാൻ പോകുമ്പോ തലയിൽ എണ്ണ വെക്കാൻ പാടില്ല. എണ്ണ വെച്ച് കുളിക്കൽ തെറ്റായ ഒരു കാര്യമായിട്ടാണ് ഷെയ്ഖ് വാജിബാത്ത് മാലയിൽ പഠിപ്പിക്കുന്നത്. അത് അയാൾ സ്വന്തമായി നിർമ്മിച്ചുണ്ടാക്കിയ ഒരു മസ്അലയാണ്. എണ്ണ തേച്ചാൽ ഒരു കുഴപ്പവുമില്ല. ഇയാൾ പറയുന്നത് ഓനോ വർലാക്കിയ കുളി കുളിക്കുമ്പോൾ നിങ്ങൾ എന്ന് പറയുന്നത് നിങ്ങളെന്നുള്ളത് അത് സ്ത്രീകളെ സംബന്ധിച്ചാണ്. സ്ത്രീകൾക്ക് തലയിൽ എണ്ണ തേക്കാൻ പാടില്ല. പുരുഷന്മാർക്കോ ഈ ഷെയ്ഖിനെ പോലെ, ഷെയ്ഖിന്റെ കൂടെയുള്ളവരെ പോലെ ഇങ്ങനെ മുടി വളർത്തിയിരിക്കുന്ന ഇവർക്കോ അവരെണ്ണ തേക്കാൻ പറ്റുമോ ഇല്ലയോ? അവരെ കുറിച്ചല്ല. പെണ്ണുങ്ങൾ എണ്ണ തേച്ച് കുളിക്കാൻ പാടില്ല. ആര് പറഞ്ഞു? ഓ ശുറൂത്തുൽ വുളൂഇ കശുറൂത്തിൽ ഗുസ്ലി ഖംസത്തുൻ. അഥവാ
കുളിയുടെയും ഉളൂവിന്റെയും ഷർത്ത് ഒരുപോലെയാണ്, 5 എണ്ണമാണ്. അതിൽ 4-ാമതായി പഠിപ്പിക്കുന്നത് അഥവാ എണ്ണ പറ്റൂല എന്നല്ല, ഉറച്ചതായ എണ്ണ പറ്റുകയില്ല എന്നാണ്. അല്ലാതെ വെളിച്ചെണ്ണ തേച്ചത് കൊണ്ട് അതുപോലെ നീരായ എണ്ണ തേച്ചത് കൊണ്ട് ഒരു പ്രശ്നവുമില്ല. കാരണം എന്താ, ബിഖിലാഫി ദുഹ്നിൻ ജാരിൻ ഐ മായിൻ, നീരായ എണ്ണ തേക്കാവുന്നതാണ്. വഇല്ലം യസ്ബുതിൽ മാഉ അലൈഹി, അതിന്റെ മുകളിൽ വെള്ളം ചേർന്നിട്ടില്ല, വെള്ളം ഇങ്ങനെ ഉരുണ്ടുരുണ്ട് പോവുകയാണ്, എന്നാലും കുഴപ്പമില്ല. ബിഖിലാഫി ദുഹ്നിൻ ജാരിൻ ബിഖിലാഫി മാ ഇദാ കാന അലൽ ഉളുബി ദുഹ്നുൻ ജാരിൻ ഫഇന്നഹു ലാ യുഅദ്ദു ഹായിലൻ. കാരണം എന്താ, അങ്ങനെ ഒലിക്കുന്നതായ കട്ടയില്ലാത്ത ഒലിക്കുന്ന എണ്ണ വെളിച്ചെണ്ണ പോലെയുള്ളത്, ആ വെളിച്ചെണ്ണ തേച്ചത് കൊണ്ട് യാതൊരു പ്രശ്നവുമില്ല, അത് മറയല്ല. ഫയസ്സിഹുൽ ഉളു മഅഹു, അതിനോടൊപ്പം ഉളു ശരിയാകുന്നതാണ്, കുളി ശരിയാകുന്നതാണ്. വഇല്ലം യസ്ബുതിൽ മാഉ അലൽ ഉളുബി, അവയവത്തിന്റെ മുകളിൽ ആ വെള്ളം സ്ഥിരപ്പെട്ടിട്ടില്ലെങ്കിലും വെള്ളം ഇങ്ങനെ ഉരുണ്ടു പോവുകയാണ്, എന്നാലും കുഴപ്പമില്ല. കണ്ടില്ലേ, ഷെയ്ഖ് പുതിയതായിരിക്കുന്ന ഒരു മസ്അല ഉണ്ടാക്കിയതാണ്, പുതിയ മസ്അല, ലോകത്താരും പറയാത്ത മസ്അല, ഒരു ഫുഖഹാ കാണാത്ത മസ്അല. പെണ്ണുങ്ങൾ കുളിക്കാൻ പോകുന്ന സമയത്ത് തലയിൽ എണ്ണ തേക്കാൻ പറ്റൂല എന്നത് അയാളുടെ സ്വന്തം മസ്അലയാണ്. മസ്അല കാര്യത്തിലും അയാൾ പിഴച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അഖീദന്റെ കാര്യത്തിലും ഒരുപാട് പിഴവുകളുണ്ട്. ശാഖാപരമായി പിഴവുകൾ മാത്രമേ ഉള്ളൂ എന്ന് പറയാൻ പറ്റുകയുള്ളൂ. അതുകൊണ്ട് ഞങ്ങളെ ഷെയ്ഖിന്റെ പിഴവെന്താണ്, ഞങ്ങളെ തരീഖത്തിന്റെ പിഴവെന്താണ് എന്ന് വാദിക്കുന്നവർ നിഷ്പക്ഷമതിയായ മതികളായി എന്റെ കാസറ്റ് ഒന്ന് കേൾക്കുക. എന്നിട്ട് ആ കാസറ്റില് ഞാൻ പറയുന്ന ഓരോ വിഷയങ്ങള് നിങ്ങളൊന്ന് എഴുതി വെക്കുക. എന്തൊക്കെയാണ് തെറ്റ്, എന്തൊക്കെയാണ് കുറവ്, അതൊക്കെ നന്നാക്കേണ്ടതാണോ, അതൊക്കെയും തൗബീൽ ചെയ്യാൻ പറ്റിയതാണോ എന്നെല്ലാം നിങ്ങളൊന്ന് ചിന്തിക്കുക. തൗബീൽ ചെയ്യാൻ പറ്റിയതാണെങ്കിൽ നിങ്ങളൊന്ന് തൗബീൽ ചെയ്യുക, ഞങ്ങളൊന്ന് കേൾക്കട്ടെ. നിങ്ങൾ ആശയങ്ങളും ആദർശങ്ങളും തൗബീൽ ചെയ്യാൻ പറ്റിയതാണെങ്കിൽ, തൗബീൽ ചെയ്യാൻ പറ്റാത്ത ഏത് ആശയവും ഏത് ആദർശവുമാണ് ഇവിടത്തെ ഏത് കള്ള തരീഖത്തിലാണുള്ളത്, എല്ലാ തരീഖത്തും തൗബീൽ ചെയ്യാൻ പറ്റിയതാണ്. തൗബീൽ ചെയ്യാൻ പറ്റാത്ത ഒരു വിഷയം ലോകത്തുണ്ടാവുകയില്ല. പക്ഷേ ഈ തൗബീലാത്തുകൾ മുഴുവനും എന്തായിരിക്കണം, പ്രമാണങ്ങളുടെ പിൻബലമുള്ളതായിരിക്കണം. പ്രമാണങ്ങളെ പിൻബലമില്ലാത്ത ഒരു തൗബീലാത്തും സ്വീകരിക്കാൻ സാധ്യമേ അല്ല. സാധാരണക്കാർക്ക് ഈ തരീഖത്ത് കൊടുക്കുന്നത്, മുരീദാക്കുന്നത് തന്നെ പിഴവുകളെ കൂട്ടത്തില് സമസ്തയുടെ ഉലമാക്കൾ എണ്ണിയതാണ്. മുറബിയാണെന്ന വാദം പിഴവാണെന്ന് സമസ്ത എണ്ണിയതാണ്. എങ്കിൽ ഇവിടെ ഒരു മുറബി വാദം മാത്രമല്ലല്ലോ. സുബ്ഹാനല്ലാഹ്, മഹാനായ ഇമാം ശിബിലി തന്റെ ആദ്യ കാലഘട്ടത്തില് എപ്പോഴും തനിക്കൊപ്പം ഒരു കെട്ടുവടി കഷ്ണം കരുതാറുണ്ടായിരുന്നു. തന്റെ ഹൃദയം അള്ളാഹുവിനെ തൊട്ട് അശ്രദ്ധമാകുമ്പോൾ കെട്ടിൽ നിന്ന് ഒരു വടിയെടുത്ത് അത് പൊട്ടുന്നത് വരെ സ്വന്തത്തെ ശക്തമായി അടിക്കുമായിരുന്നു. അള്ളാഹുവിന്റെ ചിന്ത വിട്ട് തെറ്റാൻ പാടില്ല. അവരെ ഓരോ വടിയെടുത്തുകൊണ്ട് ആ വടി മുറിഞ്ഞു തീരുന്നത് വരെ അവരെ ശരീരത്തെ അടിക്കുമെങ്കിൽ ഈ കുന്നത്തേരിക്കാര് ലോഡ് കണക്കിന് ചൂരൽ കൂടെ കരുതേണ്ടി വരും. കാരണം എന്താ, അള്ളാഹുവിനെ ചിന്തയുള്ള ടൈമുകൾ അവർക്ക് വളരെ കുറവാണ്. മറ്റുള്ളവരെ ചീത്ത പറയാനും തെറി പറയാനും ആക്ഷേപിക്കാനും ഭീഷണിപ്പെടുത്താനും അല്ലാതെ അവർക്കൊന്നും സമയമില്ല, നേരമില്ലാത്ത വിഭാഗമാണ്. ആയതിനാൽ ഈ പിഴവുകളൊക്കെയും പിഴവുകളാണെന്ന് മനസ്സിലാക്കി, ഈ തെരീഖത്ത് കള്ളത്തെരീഖത്താണെന്ന് മനസ്സിലാക്കി ഇതിൽ കുടുങ്ങിപ്പോയവർ രാജിവെക്കുക. അല്ലാത്ത ആരെങ്കിലും ഇതിൽ പോകാൻ ഉദ്ദേശമുണ്ടെങ്കിൽ ഇത് വലിയ അബദ്ധമാണെന്ന് മനസ്സിലാക്കി അതിൽ നിന്ന് പിന്തിരിയുക എന്ന എന്റെ ദൗത്യം നിങ്ങളെ ഞാൻ അറിയിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ കള്ളത്തെരീഖത്തുകാരെ ഷർറിൽ നിന്നും, അവരെ മുസീബത്തിൽ നിന്നും, അവരുടെ എല്ലാ കുതന്ത്രത്തിൽ നിന്നും, അവരെ എല്ലാ സിഹ്റിൽ നിന്നും അല്ലാഹു നമ്മളെല്ലാവരും രക്ഷപ്പെടുത്തട്ടെ. നമ്മളെ ഉലമാക്കളെ കാക്കട്ടെ, ഉമറാക്കളെയും പ്രവർത്തകരെയും അല്ലാഹു രക്ഷപ്പെടുത്തട്ടെ, കുടുംബക്കാരെയും അല്ലാഹു രക്ഷപ്പെടുത്തട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹഖായ റൂട്ടിലൂടെ നമ്മളെ സഞ്ചരിപ്പിച്ച് അവസാനം അവന്റെ സ്വർഗ്ഗത്തിൽ കടന്ന് അവനെ കാണാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.